പറയും മറ്റുള്ളവരോട് സുവിശേഷം പങ്കുവെക്കേണ്ട. ബിക്കോസ് പ്രീ ഡെസ്റ്റൈൻ തിയറി, ദൈവത്തിന് നേരത്തെ എല്ലാം അറിയാം. തിയോളജിക്കൽ ടേമാണ് പ്രീ ഡെസ്റ്റൈൻ തിയറി. സകലതും ദൈവം നിർണയിച്ചു കഴിഞ്ഞു. തെറ്റാണ്. സ്തോത്രം. അങ്ങനെയല്ല വേദപുസ്തകം പറയുന്നത്. സഭയുടെ ദൗത്യമാണ് സുവിശേഷം പറയുക എന്ന് പറയുന്നത്. സഭയുടെ ദൗത്യമാണ്. ഓഫ്കോഴ്സ് ദൈവം ഒരു വശത്ത് ആരാണ്? ദൈവം സ്തോത്രം സകലത്തിനെ അറിയുന്നവനാണ്. അതേ സമയത്ത് ദൈവം മനുഷ്യനെ ഫ്രീ വില്ലിൽ സ്വതന്ത്രനായി, സ്തോത്രം സ്വതന്ത്രമായ ചിന്താഗതിയോടെ ഫ്രീ വില്ലിൽ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നു. ഒരു വശത്ത് ഏതേലും തോട്ടത്തിൽ മനുഷ്യനെ ആദമും ഹൗവയുമായി ദൈവം സൃഷ്ടിക്കുമ്പോൾ ദൈവത്തിനറിയാം ഇവൻ എത്ര വർഷം അല്ലെങ്കിൽ എത്ര മാസം, എത്ര ദിവസം, എത്ര ആഴ്ച പാപം ചെയ്യാതെ ജീവിക്കുമെന്ന് ദൈവത്തിനറിയാം. എങ്ങനെ പാപം ചെയ്യുമെന്ന് ദൈവത്തിനറിയാം. എപ്പോൾ പാപം ചെയ്യുമെന്ന് ദൈവത്തിനറിയാം. പാപത്തിന് ശേഷം സ്തോത്രം 2 പിള്ളേര് അവർക്ക് ജനിക്കും. അത് കയീനാണ്, ഹാബേലാണ്, ദൈവത്തിനറിയാം. പിന്നെ ശേത്തിനെ കൊടുക്കുമെന്ന് ദൈവത്തിനറിയാം. പിന്നെ അത് കഴിഞ്ഞിട്ട് നോഹ എന്ന് പറയുന്നവരുണ്ടായിരിക്കും. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്, മോശ, യോശുവ, രാജാക്കന്മാർ, പ്രവാചകന്മാർ, പുരോഹിതന്മാർ, ന്യായാധിപന്മാർ, ഇതെല്ലാം കർത്താവിനറിയാം. കാലസമ്പൂർണതയിൽ സ്തോത്രം, കാലസമ്പൂർണതയിൽ മെശിഹ ഈ ലോകത്തിലേക്ക് വരുമെന്ന് യേശുവിനറിയാം. ചർച്ച് ഉണ്ടാകുമെന്ന് ദൈവത്തിനറിയാം. സോ ദൈവം എല്ലാം അറിയുന്നവനാണ്. ശബ്ദമുയർത്തി പറഞ്ഞേ, ദൈവം എല്ലാം അറിയുന്നവനാണ്. 1 യോഹന്നാൻ 3:20 ദൈവം എല്ലാം അറിയുന്നവനാണ്. സഹോദരി സഹോദരന്മാരെ, ദൈവം നിങ്ങളുടെ പാസ്റ്റിലല്ല, ദൈവം നിങ്ങളുടെ ഭൂതകാലത്തല്ല, ദൈവം നിങ്ങളുടെ പ്രസൻറ്റിൽ വർത്തമാനകാലത്ത് മാത്രമല്ല, ദൈവം നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഓൾറെഡി എഴുന്നേറ്റ് നിൽക്കുന്നു. നിങ്ങളുടെ ഭാവിയിൽ ഓൾറെഡി ദൈവം വസിക്കുന്നു. ഓ കമാൻ, നിങ്ങളുടെ ഭാവി നിങ്ങൾ കണ്ടില്ല, നിങ്ങളുടെ മിത്രങ്ങൾ കണ്ടില്ല, നിങ്ങളുടെ ശത്രു കണ്ടില്ല. പക്ഷെ ഇമ്മാനുവേൽ യഹോവ ഷമ ഓൾറെഡി നിങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്കായി അതേ ഇറങ്ങി നിൽക്കുന്നു. ദൈവം എല്ലാം അറിയുന്നവനാണ്. 139 സങ്കീർത്തനം വായിച്ചു നോക്ക്. അതിൽ ദൈവത്തിൻ്റെ അറിവ്, ദൈവത്തിൻ്റെ സാന്നിധ്യം, ദൈവത്തിൻ്റെ ശക്തി 3 നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 139 സങ്കീർത്തനം 1 മുതൽ താഴേക്ക് നമ്മൾ വായിക്കാൻ പോകുകയാണ്. സ്തോത്രം. ഈ സെഷനുകൾ എനിക്കറിയാം ദൂതിൻ്റെ നീളമല്ല, ദൂതിൻ്റെ ആഴമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ ഒറ്റ സെഷൻ കൊണ്ട് നമുക്ക് ഈ മുൻനിർണയം തീർക്കാമോ? ഐ ഡോണ്ട് തിങ്ക്. സ്തോത്രം. ലെറ്റ് us see. കരങ്ങൾ ഉയർത്തി ശക്തിയുടെ ഹല്ലേലൂയ പറഞ്ഞ്. സോ സ്തോത്രം. 139 സങ്കീർത്തനം 1 മുതൽ. യഹോവേ നീ എന്നെ ശോധന ചെയ്തു, എന്നിരിപ്പും നിൽപ്പും നീ അറിയുന്നു. കേട്ടിട്ടുണ്ടോ? അനിൽ കേട്ടിട്ടുണ്ടോ? സ്തോത്രം. ഭക്തവത്സലത്തിൻ്റെ ഫേമസ് ഒരു സോങ് ഹാർട്ട് ബീറ്റ്സ്. സ്തോത്രം. ഹാർട്ട് ബീറ്റ്സ് ബ്യൂട്ടിഫുൾ. അദ്ദേഹത്തെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്യാൻ ദൈവമായ കർത്താവ് എനിക്ക് ഭാഗ്യം നൽകി. ഹാർവസ്റ്റ് ടിവിയിൽ നിത്യത്തിൽ വിശ്രമിക്കുന്ന ദൈവത്തിൻ്റെ ദാസൻ. വളരെ ബ്യൂട്ടിഫുൾ, അമേസിങ്. പ്രോബ്ലി 40 years, 35 years ബാക്ക്, 35 വർഷം മുമ്പ് ഈ 139 സങ്കീർത്തനം അനുസരിച്ച് ഹാർട്ട് ബീറ്റ്സിൻ്റെ നല്ലൊരു പാട്ടുണ്ടായിരുന്നു. നമ്മളെ വിഷയം സർവജ്ഞാനി, സർവവ്യാപി, സർവശക്തൻ. ദൈവത്തിൻ്റെ 3 സ്വഭാവം 139 സങ്കീർത്തനത്തിലെ ഓരോ വാക്യത്തിലും നിങ്ങൾക്ക് കാണുവാൻ കഴിയും. 3 സെഗ്മെൻറ്റായി എഴുതിയിരിക്കുന്നു. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ. ദൈവം സർവജ്ഞാനി, സർവവ്യാപി, സർവശക്തൻ. ഒരിക്കൽ കൂടെ. സർവജ്ഞാനി, പിന്നെ സർവവ്യാപി, സർവശക്തൻ. ഓംനിസെന്റ്, ഓംനിപ്രസന്റ് ആൻഡ് ഓംനിപൊറ്റന്റ്. ഇത് 3 139 സങ്കീർത്തനത്തിൽ നിങ്ങൾക്ക് കാണുവാൻ തക്കൊണ്ട് കഴിയും. പ്രീജസ്റ്റൈൻ. അതാണ് വിഷയം. കാരണം ദൈവമെല്ലാം അറിയുന്നവനാണ്. ശബ്ദം ഉയർത്തി വായിച്ച്. യഹോവേ നീ എന്നെ ശോധന ചെയ്ത് എന്ത് ചെയ്തിരിക്കുന്നു? അറിഞ്ഞിരിക്കുന്നു. സർവജ്ഞാനിയാണ്, എല്ലാം അറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നത് ഞാൻ ഇരിക്കുന്നത്, എഴുന്നേൽക്കുന്നത് നീ അറിയുന്നു. എൻ്റെ നിരൂപണം നീ ദൂരത്ത് നിന്ന് ഗ്രഹിക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും നീ ശോധന ചെയ്യുന്നു. എൻ്റെ വഴികളൊക്കെ നീ മനസ്സിലാക്കിയിരിക്കുന്നു. അടുത്തിരിക്കുന്നിടത്തോട്ട് പറ. ദൈവം എല്ലാം അറിയുന്നു. ദൈവം എല്ലാം അറിയുന്നു. നിങ്ങൾ എന്താണ് സ്തോത്രം ചിന്തിക്കുന്നത്? ദൈവത്തിനെല്ലാം അറിയാം. ദൈവം എല്ലാം അറിയുന്നവനാണ്. ദൈവം ഇന്നലെ ഇന്ന് മാത്രമല്ല, ദൈവത്തിന് നാളെയും അറിയാം. സോ ഒരു വശത്ത് ദൈവം സർവജ്ഞാനിയാണ്, അവനെല്ലാം അറിയുന്നു. സ്തോത്രം. എല്ലാം അറിയുന്നു എന്ന് വിചാരിച്ച് ദൈവം പാപം ചെയ്യാൻ അനുവദിക്കുന്നു, പിന്മാറ്റം അനുവദിക്കുന്നു? നോ 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 നോ. ദൈവം തന്നെ ഫ്രീ വില്ലിൽ, സ്വതന്ത്ര ചിന്താഗതിയിൽ അതേ സൃഷ്ടിച്ചിരിക്കുമ്പോൾ വേണ്ടാത്തത് വേണ്ടാത്തത് എന്ന് പറയണം, തെറ്റ് തെറ്റെന്ന് പറയണം, പാപം പാപമെന്ന് പറയണം, മാറി നടക്കേണ്ടതിന് മാറി നടക്കണം. ദൈവം സ്വതന്ത്രനായി, അതേ കൺട്രോൾ ഇല്ലാത്തവനായി ദൈവം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. മാർജിൽ വേണമെങ്കിൽ നോട്ട് എഴുതുന്ന എഴുതിക്കോ. കൺട്രോൾ അതൊരു പിശാചാണ്.
കൺട്രോൾ അതൊരു പിശാചാണ്. ആര് കൺട്രോൾ ചെയ്താലും സ്തോത്രം, അതെ, അവനൊരു പിശാചാണ്. പാസ്റ്റർമാർ ജനത്തെ കൺട്രോൾ ചെയ്യാറുണ്ട്. എടോ പാതിരിയെ, എടോ പാസ്റ്ററെ, സ്തോത്രം, നീ ആരാണ്? നീ ഫറവോനല്ല. യു ആർ നോട്ട് എ ഫറവോൻ, നീ ഒരു ഫാദറാണ്. അത് ഏറ്റവും ചെറിയ ആമേനായിപ്പോയി. എനിക്ക് നാണക്കേടാ അറിയലേ. സ്തോത്രം. ഒരു പാസ്റ്റർ ആരാണ്? അവൻ ഫറവോനല്ല. ദാ വാഴുന്നു, സഭ വാഴുന്ന ഫറവോനല്ല. അതെ, പാസ്റ്റർ അല്ലെങ്കിൽ ലീഡർ, സ്തോത്രം, ഹീസ് എ ഫാദർ. സോ ദൈവം എല്ലാം അറിയുന്നവനാണ്. 2, ദൈവം എല്ലാം എല്ലാ സ്ഥാനത്തും, ദൈവം സർവ്വവ്യാപിയാണ്. ദൈവം ഓംനി പ്രസൻ്റ് ആണ്. 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ, 139 സങ്കീർത്തനം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. നിന്റെ ആത്മാവിനെ ഒളിച്ച് വായിക്ക്. ഞാൻ എവിടേക്ക് പോകും? തിരു സന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ അവിടെയുണ്ട്, പാതാളത്തിൻ്റെ കിടക്ക് വരിച്ചാൽ നീ അവിടെയുണ്ട്. ഞാൻ ഉഷസ്സിൽ ചിറക് ധരിച്ച് സമുദ്രത്തിൻ്റെ അറ്റത്ത് ചെന്ന് പറത്താൽ അവിടെയും നിന്റെ കൈ എന്നെ നടത്തും, നിന്റെ കൈ എന്നെ പിടിക്കും. ഇരുട്ട് എന്നെ മൂടിക്കളയട്ടെ, എൻ്റെ ചുറ്റും രാത്രിയായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞാൽ ഇരുട്ട് പോലും നിനക്ക് മറവായിരിക്കില്ല. രാത്രി പകൽ പോലെ പ്രകാശിക്കും, ഇരുട്ടും വെളിച്ചവും നിനക്ക് ഒരുപോലെ തന്നെ. അടുത്തിരിക്കുന്നവരത്തോട്ട് പറ, ഞാൻ ഒറ്റയ്ക്കല്ല. ദൈവം എല്ലാം അറിയുന്നു, ദൈവം എന്നോട് കൂടെയുണ്ട്, ഞാൻ ഒറ്റയ്ക്കല്ല. എനിക്ക് ഒറ്റയ്ക്കാകാൻ കഴിയത്തുമില്ല. പൊത്തിഫറയുടെ ഞാൻ ഒറ്റയ്ക്കല്ല, എനിക്ക് ഒറ്റയ്ക്കാകാൻ കഴിയത്തില്ല. കാരണം എന്ത്? സർവശക്തനായ കർത്താവ് എന്നോട് കൂടെയുണ്ട്. ഇന്ന് പകലം നിന്റെ ഹൃദയ കണ്ണ് തുറന്നാൽ ഈ പ്ലാറ്റ്ഫോമിൽ യഹൂദ ഗോത്രത്തിലെ സിംഹം എഴുന്നേറ്റ് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണുവാൻ കഴിയും. ഞാൻ ഒറ്റയ്ക്കല്ല. സർവജ്ഞാനിയായ ദൈവം, 139 ആദ്യ ഭാഗം. ദെൻ സർവവ്യാപിയായ ദൈവം, 13-14 വാക്യങ്ങളിൽ സർവശക്തനായ ദൈവം, 13-14 വാക്യങ്ങളിൽ. അതെങ്ങനെ വെളിപ്പെട്ടിരുന്നു? നിന്റെ സൃഷ്ടിയുമായ ബന്ധത്തിൽ വെളിപ്പെട്ടിരിക്കുന്നു. വായിക്ക്. നീയല്ലോ എൻ്റെ അന്തരങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും, ഒരിക്കൽ കൂടെ ആ ഭയങ്കരം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഒരിക്കൽ കൂടെ നല്ല ആരോഗ്യത്തോടെ പറഞ്ഞ ഭയങ്കരവും അതിശയമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവർത്തികൾ അത്ഭുതകരമാകുന്നു, അതെൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. അപ്പോൾ ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അത് ഓംനിപൊട്ടൻ, സർവശക്തൻ്റെ കരവിരുതാണ് നീ. ദൈവത്തിൻ്റെ കരവിരുത് കാണണമെങ്കിൽ കണ്ണാടിയിൽ നോക്കിയാൽ മതി. ദൈവത്തിൻ്റെ കരവിരുത് കാണുമെങ്കിൽ ഹിമാലയത്തിൽ പോണ്ട, സ്തോത്രം, സഖ്യപർവ്വതത്തിൽ കയറണ്ട, കണ്ണാടിയെ നോക്കിയാൽ മതി. നിന്നെപ്പോലെ ഒരാളില്ല. നിന്റെ ഫിംഗർ പ്രിന്റ് വേറൊരാളിനെ പോലെയില്ല. നിന്റെ കണ്ണിൻ്റെ പ്യൂപ്പ വേറൊരാളിനെ പോലെയില്ല. സ്തോത്രം. നിന്റെ ദൈവത്തിനും ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല, നിനക്കും ഡ്യൂപ്ലിക്കേറ്റ് ഇല്ല. ഭയങ്കര അതിശയമായി ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പുറത്തെ ഹോസ്പിറ്റലിൽ കുറച്ച് ഡോക്ടേഴ്സ് അല്ല നിന്നെ ഡിസൈൻ ചെയ്തത്. സ്തോത്രം. അതുകൊണ്ട് ആ ലോക്കൽ വർക്ക്ഷോപ്പ് എന്തെങ്കിലും കാര്യം ചെയ്യുന്നതിനേക്കാൾ ക്രിയേറ്റർ അതിശയവും ഭയങ്കരമായി, കത്തിവെക്കാതെ സൂചി കുത്താതെ അത്ഭുതകരമായി ഇന്ന് പകൽക്കാലം എല്ലാ രോഗങ്ങളെ, ബലഹീനതകളെ നിന്റെ ബോഡിയിൽ നിന്ന് മാറ്റുവാൻ കഴിയും. കാരണം ദൈവമാണ് നിന്നെ സൃഷ്ടിച്ചത്. നമ്മുടെ വിഷയം പ്രീഡെസ്റ്റൈൻ, എല്ലാം സ്തോത്രം അറിഞ്ഞ് നമ്മെ അതെ തിരഞ്ഞെടുത്തവനായ ദൈവം, നമ്മെ നിയമിച്ചവനായ ദൈവം. ഹല്ലേലൂയ. സഹോദരി സഹോദരന്മാരെ, സ്തോത്രം. അതുകൊണ്ട് ചിലർക്ക് വേണ്ടി മാത്രം സ്വർഗമൊരുക്കി ബാക്കിയുള്ളവരെ കർത്താവ് നരകത്തിൽ തള്ളിയിടുന്നു. നോ, അതല്ല. യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നത് എല്ലാവർക്കും വേണ്ടിയാണ്, മുഴുവൻ മാനവജാതിക്ക് വേണ്ടിയാണ് അവൻ വന്നത്. യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം പറയുന്നു, മുഴുവൻ ലോകത്തെയും അവൻ സ്നേഹിച്ചു. ആ വാക്യം അറിയത്തില്ലയോ? യോഹന്നാൻ 3:16. ഈവനിങ് സെക്ഷൻ വരുന്നതിന് മുമ്പ് എല്ലാവരും കാണാതെ പഠിച്ചാട്ടെ. യോഹന്നാൻ 3:16. സ്തോത്രം. എല്ലാവരും കാണാതെ പഠിച്ചു പറ, എന്താണ്? തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും, എല്ലാവരും പറഞ്ഞാട്ടെ, ഏവനും എന്ന് പറഞ്ഞാൽ എല്ലാവരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ചിലരെ സ്നേഹിച്ചു എന്നല്ല, കുറച്ചുപേരെ സ്നേഹിച്ചെന്നല്ല, ലോകത്തെ സ്നേഹിച്ചു. യേശു ഈ ലോകത്തിൽ വന്നത് ചിലർക്ക് വേണ്ടിയല്ല, മുഴുവൻ ലോകത്തിന്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, യേശു കർത്താവ് ക്രിസ്ത്യാനികളുടെ ദൈവമല്ല.
ഓ ഖമാൻ, യേശു ക്രിസ്ത്യാനികളുടെ ദൈവമല്ല. യേശു സകലർക്കും വേണ്ടിയാണ് ഈ ലോകത്തിൽ വന്നത്. യേശു സകലർക്കും വേണ്ടിയാണ് പാപമില്ലാത്തവനായി ജീവിച്ചത്. യേശു സകലർക്കും വേണ്ടിയാണ് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്. അതുകൊണ്ട് നമുക്ക് തല ഉയർത്തി പറവാൻ കഴിയും, യേശു ചിലരുടെ രക്ഷകനല്ല, യേശു എല്ലാവരുടെയും രക്ഷകനാണ്. അപ്പോസ്തലപ്രവൃത്തി 4:12 പറഞ്ഞാട്ടെ, അതുകൊണ്ട് മറ്റൊരുത്തന്റെ രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആരാണെങ്കിലും, അവർ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം, സ്തോത്രം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം അത്രേ. അവൻ ചിലർക്ക് വേണ്ടിയല്ല വന്നത്. സ്തോത്രം. 2 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായം 9-ാം വാക്യം. യേശു കർത്താവ് ഇന്ന് ഉച്ചയ്ക്ക് 12:45 യേശു വന്നില്ല. 2 പത്രോസ് 3:9. എന്തുകൊണ്ട് കർത്താവ് വന്നില്ല? 2 പത്രോസ് 3:9. എന്തുകൊണ്ട് കർത്താവ് വന്നില്ല? ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ഹൃദയം എന്ന് പറയുന്നത് ചിലർ മാത്രം രക്ഷിക്കപ്പെടട്ടെ, ബാക്കിയുള്ളവർ തൊലയട്ടെ എന്നല്ല. അത് നിൻ്റെ മെൻറ്റാലിറ്റി ആയിപ്പോയി. എന്നോട് ഉടക്കിയ എൻ്റെ നാത്തും രക്ഷിക്കപ്പെടണ്ട, അല്ലെങ്കിൽ എൻ്റെ ഭർത്താവ് ചർച്ചിൽ വരണ്ട. നോ, ദൈവം മലയാളിയല്ല, ദൈവം തിരുവനന്തപുരംകാരനല്ല. അതുകൊണ്ടാണ് അവനെ നോക്കി നമ്മൾ ദൈവമേ എന്ന് പറയുന്നത്. ആരും നശിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നില്ല, എല്ലാവരും മാനസാന്തരപ്പെടണം. സ്തോത്രം. അതാണ് ദൈവത്തിൻ്റെ ഹൃദയം. ഹല്ലേലൂയ. അപ്പോൾ എല്ലാവരും മാനസാന്തരപ്പെടണം. അപ്പോൾ ചിലർ കൂടെ മാനസാന്തരപ്പെടണം എന്നുള്ളത് കൊണ്ട് യേശു കർത്താവ് ഇന്ന് വന്നില്ല. ഇപ്പോൾ കർത്താവ് വന്നിരുന്നെങ്കിൽ പിന്മാറ്റക്കാരനായ നിൻ്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടേനെ. പക്ഷെ അവനും കൂടെ ഈ കൃപയിലേക്ക് ഒരിക്കൽ കൂടെ കയറണം. നിൻ്റെ വീട്ടിൽ ചിലർ രക്ഷിക്കപ്പെടുവാനുണ്ട്, അവരും കൂടെ ദൈവകൃപയിൽ വരണം. നിൻ്റെ സുഹൃത്തുക്കൾ, നിൻ്റെ അയൽവാസികൾ, ചിലർ കൂടെ ദൈവകൃപയിൽ കടന്നു വരണം. അതുകൊണ്ടാണ് കർത്താവ് എന്ത് ചെയ്തത്? അവൻ താമസിച്ചത്. അതാണ് ഏറ്റവും വലിയ വാഗ്ദത്തം. യേശുവിൻ്റെ വരവാണ് ഏറ്റവും വലിയ വാഗ്ദത്തം. സ്തോത്രം. കാറും വീടും പൈസയും വിസയും അല്ല ഏറ്റവും വലിയ വാഗ്ദത്തം. യേശു കർത്താവ് പറഞ്ഞു, സ്തോത്രം, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി ഈ സ്ഥലമൊരുക്കുക, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് ചേർത്തുകൊള്ളും. ഐ വിൽ നെവർ ലീവ് യു ഓഫൻ, ഐ വിൽ കം ടു യു. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളെ അടുക്കൽ വരും. യോഹന്നാൻ 14 ഞാൻ പറഞ്ഞത്. 2-3 വാക്യങ്ങൾ. 19-ാം വാക്യം. യേശു കർത്താവ്, കാലുവാരാത്ത കർത്താവ്, കള്ളം പറയാത്ത കർത്താവ് പറഞ്ഞു, ഞാൻ വേഗം വരും, ഞാൻ വീണ്ടും വരും. അതാണ് ഏറ്റവും വലിയ വാഗ്ദത്തം. എന്തുകൊണ്ട് കർത്താവ് വന്നില്ല? എല്ലാവരും മാനസാന്തരപ്പെടണം, എല്ലാവരും രക്ഷിക്കപ്പെടണം. അതാണ് കർത്താവിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് ഈ മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ബസ് സ്റ്റോപ്പിൽ നിറയെ ആൾക്കാരാണ്, മാർക്കറ്റിൽ നിറയെ ആൾക്കാരാണ്, ആ സ്കൂൾ വിട്ട് പോകുന്ന സ്തോത്രം ആയിരക്കണക്കിന് കുട്ടികളുണ്ട്. ആ ജംഗ്ഷനിലെല്ലാം വാഹനത്തിൽ ചുറ്റും സ്തോത്രം ജനമാണ്. എല്ലാവരെയും കാണുമ്പോൾ പറയണം, ഇവർ മുഴുവൻ രക്ഷിക്കപ്പെടണം, ഇവരെ മുഴുവൻ ആരാധിക്കണം, ഇവർ മുഴുവൻ പറയണം യേശു മാത്രം കർത്താവ്. എല്ലാവരും നോക്കി ഡിക്ലെയർ ചെയ്യണം, ഇതെൻ്റെ ഭാവി അതേ സഹോദരങ്ങളാണ്, എൻ്റെ ചർച്ചിൽ വരുന്നതായ അതേ ഫ്യൂച്ചർ മെമ്പേഴ്സാണ് ഈ നടക്കുന്നത്. കരങ്ങളെ അടിച്ചു വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ച്. കാരണം നിങ്ങളെ തൊട്ട കർത്താവിന് ദൈവത്തിൻ്റെ കൃപയാൽ സ്തോത്രം അവരെയും തൊടുവാൻ ഗുണം കഴിയും. അതുകൊണ്ട് സ്തോത്രം, രക്ഷാകരമായ കൃപ ചിലർക്കല്ല ദൈവം കൊടുക്കുന്നത്. കാൽവിനിസ്റ്റ് അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ രക്ഷാകരമായ കൃപ സകലർക്കുമാണ് കർത്താവ് കൊടുക്കുന്നത്. ആ വാക്യം കൂടെ നമുക്ക് വായിച്ചു പോകാം. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം. തീത്തോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം. സ്തോത്രം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചിരിക്കുന്നല്ലോ. ഒരിക്കൽ കൂടെ സ്തോത്രം. ചിലർക്കെന്നല്ല, ചില നല്ല ആൾക്കാർക്കെന്നല്ല, എൻ്റെ സ്റ്റാൻഡേർഡിൽ പെട്ടവന്നർക്കെന്നല്ല, പിന്നെ ആരാണ്? സകലർക്കും രക്ഷാകരമായ കൃപ ഉദിച്ചിരിക്കുന്നുവല്ലോ. അപ്പോൾ പ്രീ ഡെസ്റ്റിൻ തിയറി എന്ന് പറയുന്നത് സ്തോത്രം, ദൈവത്തിന് ഒരു വശത്തെ എല്ലാം അറിയാമെങ്കിലും ആരൊക്കെ സ്വർഗത്തിലെത്തും, ആരൊക്കെ രക്ഷിക്കപ്പെടാം എന്ന് കർത്താവിന് എല്ലാവർക്കും കർത്താവിന് അറിയാമെങ്കിലും വളരെ ശ്രദ്ധിക്കുക, കൺഫ്യൂസ് ആകല്ല. വീണ്ടും ഒരിക്കൽ കൂടെ പറയട്ടെ, ആരൊക്കെ നിത്യതയിലെത്തുമെന്ന് സർവജ്ഞാനിയായ ദൈവത്തിന്, ഇന്നലെയും ഇന്നും നാളെ അറിയുന്ന ദൈവത്തിന് അറിയാമെങ്കിലും എല്ലാവരും രക്ഷിക്കപ്പെടാൻ ദൈവം അവസരം കൊടുക്കുന്നു. എല്ലാവർക്കും ഒരുപോലെ ദൈവം അവസരം കൊടുക്കുന്നു. അതാണ് ദൈവത്തിൻ്റെ പ്രത്യേകത.
സ്തോത്രം. എല്ലാവരുടെ ഹൃദയത്തിലും കർത്താവ് തട്ടുന്നു. വെളിപ്പാട് 3:20, ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാനകത്ത് വന്ന് ഞാൻ അവനോടും അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. എല്ലാവർക്കും ദൈവം അവസരം കൊടുക്കുന്നു. കൃപയാൽ ആ അവസരം ഉപയോഗിച്ചവർ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്. കൃപയാൽ സ്തോത്രം കർത്താവ് അവസരം തരുന്നു. ചിലർ തള്ളുന്നു, വേറെ ചിലർ കൊള്ളുന്നു. ചിലർ തള്ളുന്നു, ചിലർ കൊള്ളുന്നു. സ്തോത്രം. സോ നമ്മൾ ഈവനിങ്ങും സ്തോത്രം ഇത് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ദൈവസന്നിധിയെ നമ്മൾ വിശ്വസിച്ചു. നമ്മൾ വിശ്വസിച്ചത് കൊണ്ട് വിശ്വാസം മൂലം, കൃപയാലുള്ള വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഏതൊരു ദൈവിക കാര്യത്തിന് മനസ്സിലാക്കിയിട്ടുണ്ട്, രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് രക്ഷ ദൈവത്തിൻ്റെ കൃപയാൽ സംഭവിക്കുന്നു. ഇനി രക്ഷിക്കപ്പെട്ട ദൈവകൃപയാൽ വന്നു കഴിഞ്ഞാൽ സ്തോത്രം, പിന്നെ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. രക്ഷ മാത്രം സൗജന്യം, അതുകൊണ്ട് ബാക്കിയുള്ളതെല്ലാം അങ്ങ് നടന്നോളും എന്നൊരിക്കലും ചിന്തിക്കല്ല. വളരെ ശ്രദ്ധിക്കുക. ഒരിക്കൽ കൂടെ ഞാൻ പറയാം, രക്ഷ മാത്രം സൗജന്യം. കൃപയാൽ രക്ഷിക്കപ്പെടുന്നു, ദൈവത്തിൻ്റെ മക്കളാകുന്നു. കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവത്തിൻ്റെ മക്കളാക്കുന്നു. പിന്നെ ബാക്കി സ്തോത്രം കൈകെട്ടിയിരുന്നാൽ വേറെ എല്ലാം അങ്ങ് നടന്നോളും. പ്രീ ഡെസ്റ്റിൻഡ് ആയിട്ടെല്ലാം നടന്നോളും. നോ 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 നോ, അങ്ങനെയല്ല. നിങ്ങളെ അലസരാക്കാനല്ല കർത്താവ് രക്ഷയിലേക്ക് നടത്തി ചർച്ചിൽ കൊണ്ടുവന്നത്. ആക്റ്റീവാണ് ആത്മീയ ജീവിതം, തുരുമ്പ് പിടിക്കുന്നതല്ല ആത്മീയ ജീവിതം. കമോൺ, അത് ഡീമണിക്കാണ്. അത് സാത്താൻ നിങ്ങളുടെ ജീവിതത്തെ സ്തോത്രം വെറുതെ തുരുമ്പ് പിടിപ്പിക്കുകയാണ്. സ്തോത്രം കൃപയാൽ ദൈവം നിങ്ങളെ രക്ഷിക്കുന്നു. അതുകൊണ്ട് ഇനി ഒന്നും ചെയ്യണ്ട എന്നല്ല, പകരം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുമ്പോൾ ദൈവം ചെയ്യേണ്ടത് ദൈവം ചെയ്യുന്നു. ദൈവത്തിൻ്റെ മുൻനിർണയ പ്രകാരം പ്രീഡെസ്റ്റൈൻ അനുസരിച്ച് ദൈവിക അവസരം തന്ന് കർത്താവ് നിങ്ങളെ രക്ഷിച്ച് ദൈവകൃപയാൽ കൊണ്ടുവന്നാൽ പിന്നെ കർത്താവിൻ്റെ കൃപയാൽ കയ്യും കെട്ടി വെറുതെ ഇരിക്കുകയല്ല. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യുമ്പോൾ ദൈവം ചെയ്യേണ്ടത് ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നു. അടുത്തിരിക്കുന്നവർ തൊട്ട് പറ, ഞാൻ വെറുതെ ഇരിക്കാൻ പാടില്ല. പറഞ്ഞു, വെറുതെ ഇരിക്കാൻ പാടില്ല. ഡോണ്ട് വേസ്റ്റ് ടൈം, ഡോണ്ട് വേസ്റ്റ് ടൈം. അബ്രഹാമേ, മെസ്സൊപ്പൊട്ടോമയിൽ നിന്ന് വെളിയിലേക്ക് വാ. അവനത് ചെയ്യണമായിരുന്നു. മോശേ, കടലിന് നേരെ വടി നീട്ട്. നീ ചെയ്യേണ്ടത് നീ ചെയ്യുമ്പോൾ ഞാൻ കാറ്റിനെ അയക്കും. മോശ അതി വടി നീട്ടി. ഹേ യോശുവേ, ആ ജനത്തോട് പറ, അതിരാവിലെ ഉറക്കം എഴുന്നേൽക്കണം. അതിരാവിലെ 9:15 അതിരാവിലെ ഉറക്കം എഴുന്നേൽക്കണം. എന്നിട്ട് ആ യെരിഹോവിനെ ഓരോ പ്രാവശ്യം 6 ദിവസം സ്തോത്രം ചുറ്റണം. ഓരോ പ്രാവശ്യം ചുറ്റണം. പക്ഷേ 7ാമത്തെ ദിവസം 7 പ്രാവശ്യം ചുറ്റണം. ടോട്ടൽ 13 പ്രാവശ്യം ചുറ്റണം. പോരാ എന്നിട്ട് ആർപ്പിടണം. അപ്പോഴാണ് അന്ന് ഭൂപ്പരപ്പിലെ ഏറ്റവും വലിയ മതിൽ നിന്റെ വായിലൂടെ വരുന്ന ശബ്ദത്തിൽ ക്രംബിൾ ചെയ്ത് വീഴുന്നത്. ഇടയച്ചേർക്ക, നീ കല്ല് എറിയണം. അപ്പം ഞാൻ പിന്നിൽ നിന്ന് അവനെ തട്ടി താഴെയിടും. ഹേ ചർച്ചേ, നിങ്ങൾ പ്രാർത്ഥിക്കണം. അപ്പോഴാണ് നിൻ്റെ ഒന്നാമത്തെ അപ്പോസ്തലൻ, ഫസ്റ്റ് അപ്പോസ്റ്റൽ ജയിൽ തുറന്ന് പുറത്തേക്ക് വരുന്നത്. നീ പ്രാർത്ഥിക്കണം. നീ പ്രാർത്ഥിച്ചാലേ എനിക്ക് ദൂതനെ ഇറക്കാൻ പറ്റത്തുള്ളൂ. പൗലോസേ, ശിലസേ എന്തോ ചെയ്യുന്നു? നിങ്ങൾ വാടച്ചിങ്ങനെ മിണ്ടാതിരിക്കുകയാണോ അതോ ഒരു പാട്ട് പാടാൻ ആഗ്രഹമുണ്ടോ? കമാൺ. അല്ല, പൗലോസേ, ശിലസേ, നിങ്ങൾ വാടച്ച് ജയിലിൽ ഇങ്ങനെ തുടരാൻ ആഗ്രഹിക്കുകയാണോ ഇല്ല പുറത്തു വരാൻ ആഗ്രഹം? അപ്പോൾ നിങ്ങൾക്കൊരു പാട്ടുണ്ടെങ്കിൽ എനിക്ക് ശക്തിയുണ്ട്. അപ്പം നീ ചെയ്യേണ്ടത് നീ ചെയ്യുമ്പോഴാണ്. അതുകൊണ്ട് പ്രീ ഡെസ്റ്റൈൻ പ്രകാരം ഞാനങ്ങ് രക്ഷിക്കപ്പെട്ട് കളഞ്ഞു, ഞാൻ വിശ്വാസിയായി, ഇനി ഒന്നുമില്ല. ഞാൻ നോ. സ്തോത്രം. ഈ പുസ്തകത്തിൽ ദൈവം അനുഗ്രഹിച്ചത്, ദൈവം മാനിച്ചത്, ദൈവം ഉയർത്തിയത് മുഴുവൻ അലസന്മാരെ അല്ല, അധ്വാനിച്ചവരെയാണ്. ആക്ച്വലി ഇത് അലസന്മാരുടെ പുസ്തകമല്ല, ഇത് അധ്വാനികളുടെ പുസ്തകമാണ്. ഇല്ല ബ്രദറെ, ഞാനങ്ങ് കൃപ കൊണ്ടങ്ങ് നിറഞ്ഞുപോയി. കൃപ, എനിക്ക് കൃപയാലാണ് എല്ലാം ഇരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ റെസ്റ്റിലാണ്. അലസൻ ഭൂതത്തിൽ നിറഞ്ഞിരിക്കുന്നവൻ്റെ ഉപദേശമാണ് ഞാൻ കൃപയിലാണ്, അതുകൊണ്ട് ഞാൻ റെസ്റ്റിൽ ജീവിക്കുകയാണ്. റിയലി റെസ്റ്റിലാണോ? കഴിഞ്ഞ 10 വർഷം എടോ നീ സുവിശേഷം പറഞ്ഞ എത്രയാണ് രക്ഷിക്കപ്പെട്ടു? നീ റെസ്റ്റില്ല. സ്തോത്രം. കഴിഞ്ഞ 10 വർഷം നീ സുവിശേഷം പറഞ്ഞ് എത്ര എണ്ണം സ്നാനപ്പെട്ടു? എത്ര ചർച്ച് പൊളിച്ചെന്നല്ല, എത്ര ചർച്ച് വളർത്തി? കാരണം ദൈവകൃപയാണെങ്കിൽ ആ കൃപ വെറുതെ ഇരിക്കത്തില്ല, കൃപ അധ്വാനിക്കും. കൃപയാണെങ്കിൽ കൃപ വെറുതെ ഇരിക്കത്തില്ല. ഞാനല്ല അധ്വാനിച്ചത്, എന്നിലുള്ള ദൈവത്തിൻ്റെ കൃപയത്രേ. അതുകൊണ്ട് സ്തോത്രം. പ്രീഡെസ്റ്റൈൻ തിയറിക്ക് അനുസരിച്ച് ദൈവമെല്ലാം മുന്നറിയുന്നു, ദൈവമെല്ലാം മുൻനിർണയിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഒന്നും ചുമ്മാതിരുന്നാൽ മതി, ഒന്നും ചെയ്യേണ്ടെന്ന് പറയുന്നെങ്കിൽ നോ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ചെയ്യണം. നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങൾ ബൈബിൾ വായിക്കണം,
ന്യൂസ് പേപ്പർ വായിച്ചില്ലെങ്കിൽ ബൈബിൾ വായിക്കണം. ന്യൂസ് പേപ്പർ വായിക്കുന്ന പോലെ ബൈബിൾ വായിക്കല്ല. സ്തോത്രം. ന്യൂസ് പേപ്പർ വായിക്കാനുള്ളതാണ്, ബൈബിൾ പഠിക്കാനുള്ളതാണ്. ധ്യാനിക്കണം, വചനം എഴുതണം, വചനം കാണാതെ പഠിക്കണം. സ്തോത്രം. റെഫറൻസ് ഉൾപ്പെടെ വചനം കാണാതെ പഠിക്കണം. മാത്തമാറ്റിക്സ് എങ്ങനെയാണോ എഴുതി പഠിച്ചത് അതുപോലെ വചനം എഴുതി പഠിക്കണം. ആരോട് പറയാൻ? സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ വചനം പഠിക്കണം. ജീവിതം നന്നായി പോകുമേ. വചനം പഠിച്ചാലേ ജീവിതം നന്നായി പോകുമേ. അതുകൊണ്ട് ജീവിതം നന്നാകണമെങ്കിൽ വചനമെടുത്ത് അലമാരയിലും മേശപ്പുറത്തുമല്ല വെക്കേണ്ടത്, വചന ഹൃദയത്തിൽ വെക്കണം. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, നമ്മൾ ആരാധിക്കണം. നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ചെയ്യുമ്പോൾ ദൈവം ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ കൃപയാൽ അതെ ദൈവം ചെയ്യുക. രണ്ട് കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് നമുക്ക് ഉഴപ്പാൻ കഴിയത്തില്ല. ദൈവത്തിൻ്റെ കൃപയാൽ മുൻ നിർണയിക്കപ്പെട്ടവർ. ഇത് സ്തോത്രം. അതെ, ആമുഖമായി ഞാൻ പറഞ്ഞു. അതുകൊണ്ട് ഉഴപ്പാൻ നമുക്ക് കഴിയത്തില്ല. സ്തോത്രം. ദൈവം നമ്മെ മുന്നറിയിച്ചു എങ്കിൽ നിനക്കൊരു മിഷൻ ഉണ്ട്, നിനക്കൊരു മെസ്സേജ് ഉണ്ട്, നിനക്കൊരു മാസ്റ്റർ ഉണ്ട്. ഓ കമാൻ ഹല്ലേലൂയ. നിനക്കൊരു മിഷൻ ഉണ്ട്, നിനക്കൊരു മെസ്സേജ് ഉണ്ട്, നിനക്കൊരു മാസ്റ്റർ ഉണ്ട്, നിനക്കൊരു ശുശ്രൂഷയുണ്ട്, നിനക്കൊരു ദൂതുണ്ട്. ആ ദൂതിന് വേണ്ടി ദൈവം നിന്നെ ഉപയോഗിക്കുന്ന നല്ലൊരു മാസ്റ്റർ ഉണ്ട്, ഒരു ഗുരുവുണ്ട്. നിനക്കൊരു മിഷൻ ഉണ്ട്. നിന്റെ മിഷനാണ് സ്തോത്രം ഇവാഞ്ചലിസം. ദൈവത്തിൻ്റെ മുൻനിർണയിച്ചത് ചർച്ചിൽ വന്ന് കസേരയുടെ പൊടി തുടച്ചിട്ട് പോകാനല്ല. ദൈവം നിന്നെ മുൻനിർണയിച്ചത്, ദൈവം നിന്നെ രക്ഷിച്ചത്, പരിശുദ്ധാത്മാവിൽ ദൈവം നിന്നെ നിറച്ചത് കൈയടിച്ച് അന്യഭാഷ പറവാനല്ല. അല്ലേ അല്ല. സ്തോത്രം. ദൈവം നിന്നെ രക്ഷിച്ച പരിശുദ്ധാത്മാവ് നിറച്ച സഭയിൽ, ലോകത്തിൽ ദൈവം നിന്നെ ആക്കിയിരിക്കുന്നത് സ്തോത്രം കർത്താവിൻ്റെ കൃപയാൽ. നിനക്കൊരു മിഷനുണ്ട്, നിനക്കൊരു ശുശ്രൂഷയുണ്ട്. എൻ്റെ പേരാണ് സുവിശേഷീകരണം. അപ്പോസ്തല പ്രവൃത്തി 1:8 വേദപുസ്തകം പറയുന്നു, ye shall receive power and become my witnesses in Jerusalem, Judea, Samaria and uttermost part of the earth. ശക്തി ലഭിച്ച ശേഷം നിങ്ങൾ സ്തോത്രം എൻ്റെ സാക്ഷികളാകും. എവിടെ? യെരുശലേമിൽ, യഹൂദിയിൽ, ശമര്യയിൽ, ഭൂമിയുടെ അറ്റത്തോളം. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞേ. സോ അതിനുവേണ്ടി കർത്താവിൻ്റെ കൃപയാൽ സുവിശേഷീകരണത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറച്ചിരിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തർ വിശ്വാസികളല്ല, സാധാ ഉഴപ്പൻ ശിഷ്യന്മാരല്ല, പക്ഷേ സുവിശേഷകന്മാരാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ പോകുമ്പോൾ ഒരു ദിവസം നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഓ ഫോർ യുവർ കൈൻഡ് ഇൻഫർമേഷൻ. കമാൻ. ഇത്രയും വർഷം നീ ചർച്ചിലിരുന്നു, നീ എത്ര പേരെ നേടി, എത്ര പേരോട് സുവിശേഷം പറഞ്ഞു, എത്ര പേരുടെ മുൻപിൽ കർത്താവിൻ്റെ സാക്ഷികളായി. കണക്ക് ചോദിക്കുന്ന യജമാനായി അവൻ വരുന്നു. മത്തായി സുവിശേഷം 25-ാം അധ്യായത്തിൽ 3 കർത്താവിൻ്റെ പ്രത്യക്ഷതകൾ, അല്ലെങ്കിൽ 3 ക്രമത്തിൽ യേശു കർത്താവ് വരുന്നതായി പറയുന്നു. മണവാളനായി വരുന്നു. മൂന്നാമതായി പറയുന്നത് അവൻ രാജ്യങ്ങളെ ജഡ്ജ് ചെയ്യുന്നവനായി, രാജ്യങ്ങളെ ന്യായവിധിക്കുന്നവനായി വരുന്നു. രണ്ടാമത്തെ കാര്യമാണ് എൻ്റെ പോയിന്റ്, അവൻ കണക്ക് ചോദിക്കുന്ന യജമാനായി വരുന്നു. 5 താലന്ത് കൊടുത്തവനോട് സ്തോത്രം. അതെ, 5 താലന്ത് കൊടുത്തു, 2 താലന്ത് കൊടുത്തു, 1 താലന്ത് കൊടുത്തു. ഇതുപോലെ സഹോദരീ സഹോദരന്മാരെ, ദൈവം നിനക്ക് അവസരം തന്നു, ദൈവം നിനക്ക് കൃപ തന്നു, ദൈവം നിനക്ക് ഉപവാസ പ്രാർത്ഥന തന്നു, ദൈവം നിനക്ക് ആയിരക്കണക്കിന് നല്ല നല്ല ദൂത് നൽകി. പകരം ദൈവം ചോദിക്കും, സ്തോത്രം, ഇത്രയും ഞാൻ നിനക്ക് നൽകിയല്ലോ, വേറെ ചർച്ചസ് ഇല്ലാത്തത് ഞാൻ നിനക്ക് പകർന്നല്ലോ, വേറെ ആർക്കും ഇല്ലാത്ത അവസരം ഞാൻ നിനക്ക് ഒരുക്കിയല്ലോ. നിന്നെ സുഖിപ്പിക്കുന്ന വീഗാലാൻഡ് അല്ല ദൈവസഭ, എന്റർടൈൻമെന്റ് അല്ല ദൈവസഭ, നിന്നെ ഇക്കിളികിട്ട സന്തോഷിപ്പിക്കുന്നതല്ല. സ്തോത്രം. അതിനു വേണ്ടിയല്ല ഞാൻ നിനക്ക് തന്നത്. ഇത്രയും ഞാൻ നിനക്ക് നൽകിയപ്പോൾ എത്ര പേരെ നീ നേടി, എത്ര പേരോട് സുവിശേഷം പറഞ്ഞു. ദൈവം ഒരു ദിവസം നിന്നോട് കണക്ക് ചോദിക്കും. മനസ്സിലാക്കുന്നവർ ആമേൻ പറഞ്ഞേ. അതുകൊണ്ട് കുഴപ്പമില്ല. സ്തോത്രം. നിങ്ങൾക്കൊരു മിഷനുണ്ട്. 2, നിങ്ങൾക്കൊരു മെസ്സേജ് ഉണ്ട്. എന്താണ് നിങ്ങളുടെ മെസ്സേജ്? സകല നാമത്തിനു മേലായ യേശുവിൻ്റെ നാമം. ആ നാമത്തെ നിങ്ങൾ ഉയർത്തുന്നു, ആ നാമത്തെ നിങ്ങൾ മഹത്വപ്പെടുത്തുന്നു. സ്തോത്രം. അത് നിങ്ങളുടെ മെസ്സേജ് എന്ന് പറയുന്നത് തേജസ്സിൻ്റെ സുവിശേഷമാണ്, നിങ്ങളുടെ ദൂത്. സ്തോത്രം. നിങ്ങളുടെ മിഷൻ എന്ന് പറയുന്നത്, നിങ്ങളുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഇവാഞ്ചലിസം. 2, നിങ്ങളുടെ മെസ്സേജ് എന്ന് പറയുന്നത് ടു പ്രൊക്ലെയിം ദ ഗ്ലോറിയസ് ഗോസ്പൽ ഓഫ് ജീസസ്. യേശു കർത്താവിൻ്റെ തേജസ്സിൻ്റെ സുവിശേഷം നിങ്ങൾ പ്രൊക്ലെയിം ചെയ്യുന്നു, പ്രഖ്യാപിക്കുന്നു. മത്തായി സുവിശേഷം 28-ാം അധ്യായം 18 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഗ്രേറ്റ് കമ്മീഷൻ. സ്തോത്രം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു പോയി പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും സകല ജാതികളെ ശിഷ്യരാക്കിക്കൊള്ളുവിൻ. ഗ്രേറ്റ് കമ്മീഷൻ. മർക്കോസ് സുവിശേഷം 16:20 പറയുന്നു, they went out and proclaimed the good news. അവൻ സുവിശേഷം അവരെ പ്രഖ്യാപിച്ചു. അതാണ് നിന്റെ മിഷൻ. കേട്ടവർ ആമേൻ പറഞ്ഞേ.
അപ്പോൾ ദൈവം നിങ്ങളെ മുൻ നിയമിച്ചത് എന്തിന്? സ്തോത്രം, രക്ഷിക്കപ്പെട്ട ചർച്ചിൽ എവിടെയോ സർവേക്കല്ലായി സർവേ കുറ്റി പോലെ വെറുതെ ഇരുത്താൻ വേണ്ടിയല്ല. പകരം നിങ്ങൾക്കൊരു സ്തോത്രം ദൗത്യമുണ്ട്, ഒരു മിഷനുണ്ട്. 2, നിങ്ങൾക്ക് മെസ്സേജ് ഉണ്ട്. നമ്പർ 3, നിങ്ങൾക്കൊരു മാസ്റ്ററുണ്ട്, നിങ്ങൾക്കൊരു ഗുരുവുണ്ട്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം സ്തോത്രം 8 മുതൽ 11 വരെ എന്താണ്? സ്തോത്രം, സകല നാമത്തിന് മേലായ യേശുവിൻ്റെ നാമത്തെ നിങ്ങൾ ഉയർത്തുന്നു. എന്തിനു വേണ്ടി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു? ഒരു മിഷന് വേണ്ടി. ഒരു വിത്ത് എ മെസ്സേജ് ആൻഡ് യു ഹാവ് എ മാസ്റ്റർ. ഒരു മിഷൻ ഉണ്ട്, ഒരു മെസ്സേജ് ഉണ്ട്, ഒരു മാസ്റ്റർ ഉണ്ട്. ഇത്രയും മനസ്സിലായ ഒരു കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ്. സോ നിങ്ങളുടെ ചുമലിൽ ഒരു ദൗത്യമുണ്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദൗത്യമുണ്ട്. സോ നിങ്ങളുടെ വീടെന്ന് പറയുന്നത് ഡോക്ടറായിരിക്കാം, വൈദ്യനായിരിക്കാം, ടീച്ചറായിരിക്കാം, IT പ്രൊഫഷണലായിരിക്കാം, നിങ്ങൾ ആരാണെങ്കിലും ശരി, അത് നിങ്ങളുടെ പാർട്ട് ടൈം ബിസിനസ്സാണ്, പാർട്ട് ടൈം ജോബാണ്. ഒരിക്കൽ കൂടെ പറയാം, സ്തോത്രം, നിങ്ങൾ ടീച്ചറായിരിക്കാം, നേഴ്സായിരിക്കാം, ഡോക്ടറായിരിക്കാം, എഞ്ചിനീയർ ആയിരിക്കാം, അതെല്ലാം നിങ്ങളുടെ പാർട്ട് ടൈം ജോബാണ്. 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിയിലാണ്. പെട്ടെന്ന് പറഞ്ഞേ, പറ ഞാൻ ആരാണ്? ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിയിലാണ്. പാർട്ട് ടൈം ജോബും ഫുൾ ടൈം മിനിസ്ട്രിയാണ്. അതിനു വേണ്ടിയാണ് ദൈവം നിങ്ങളെ പ്രീഡെസ്റ്റിൻ ചെയ്തിരിക്കുന്നത്. ഓ ഹല്ലേലൂയ, സ്തോത്രം. സോ അതിനുവേണ്ടി ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു. യെസ്, ദൈവം അതിനുവേണ്ടി നിങ്ങളെ അഭിഷേകം ചെയ്തിരിക്കുന്നു. കർത്താവ് യേശു ക്രിസ്തു കഴിഞ്ഞാൽ പുതിയ നിയമത്തിലെ ഏറ്റവും വലിയ സ്തോത്രം ശക്തനായ ശുശ്രൂഷകനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. പൗലോസ് അപ്പോസ്തലൻ, ഹി വാസ് എ സോൾ വിന്നർ. സ്തോത്രം, ആത്മാക്കളെ നേടുന്നവനായിരുന്നു പൗലോസ് അപ്പോസ്തലൻ. ആ അപ്പോസ്തലൻ സ്തോത്ര, കർത്താവ് നമ്മെ പ്രീഡെസ്റ്റിൻ, ദൈവം നമ്മെ മുൻ നിർണയിച്ച് വിളിച്ചതിനെ കുറിച്ച് 9-ാം അധ്യായം മുഴുവൻ പറയുകയാണ്. റോമാലേഖനം 9-ാം അധ്യായത്തിൽ മുഴുവൻ പറയുകയാണ്. ഇന്ന് പകൽക്കാലം സ്തോത്രം, അതെ, ദൈവം നമ്മെ മുൻ നിർണയിച്ചു. ശബ്ദം ഉയർത്തി പറഞ്ഞേ, ദൈവം മുൻ നിർണയിച്ചു. എനിക്കൊരു നിയമനം ലഭിച്ചിരിക്കുന്നു. ദൈവം എന്നെ സ്തോത്രം നിയമിച്ചിരിക്കുന്നു. ദൈവം എന്നെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടി അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നു? സ്തോത്രം, 9-ാം അധ്യായം മുഴുവൻ നിങ്ങൾ വായിക്കുമ്പോൾ പൗലോസിൻ്റെ ഹൃദയം നിങ്ങൾക്ക് കാണാൻ കഴിയും. ആത്മാക്കളെ നേടുന്ന ദൈവദാസനാകുന്ന പൗലോസിൻ്റെ ഹൃദയത്തെ 9-ാം അധ്യായത്തിൽ മുഴുവൻ നിങ്ങൾക്ക് കാണാൻ കഴിയും. 9-ാം അധ്യായത്തിൽ മുഴുവൻ നമ്മൾ ഈ കോൺടെസ്റ്റിൽ ഒരു ഓട്ടപ്രദക്ഷിണം സ്തോത്രം നടത്തുവാൻ പോകുകയാണ്. റോമാലേഖനം 9-ാം അധ്യായം മുൻ നിർണയത്തിൻ്റെ റിഫ്ലക്ഷൻ, അതിൻ്റെ പ്രതിഫലനം കാണാൻ കഴിയുന്നത് റോമാലേഖനം 9-ാം അധ്യായം. ഓക്കെ, സന്തോഷമുണ്ടോ? സ്തോത്രം. ഞാൻ ഒത്തിരി ഫാസ്റ്റാണ്. തിയോളജിക്കലി പറഞ്ഞാൽ കൂടുതൽ ജനത്തെ ഫീഡ് ചെയ്യൽ അജീർണമുണ്ടാകുമെന്നാണ്. സ്തോത്രം. പക്ഷേ ഇതെനിക്ക് മാക്സിമം ഞാൻ ലൈറ്റാക്കി പറയാൻ വേണ്ടി നോക്കാം. ദൈവം നിങ്ങളെ നിർണയിച്ചത് എന്തിനു വേണ്ടി? നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്, നിങ്ങൾക്കൊരു ദൂതുണ്ട്, നിങ്ങൾക്കൊരു കർത്താവുണ്ട്. സ്തോത്രം. അത് മുൻനിർണയിക്കപ്പെട്ട എല്ലാവർക്കും ഒരു ദൗത്യമുണ്ട്. ശബ്ദം ഉയർത്തി പറഞ്ഞ, ഒരു ദൗത്യമുണ്ട്, ഒരു ദൂതുണ്ട്, ഒരു കർത്താവുണ്ട്. ഒരിക്കൽ കൂടെ സ്തോത്രം, മുൻനിർണയിക്കപ്പെട്ട എല്ലാവർക്കും നിങ്ങൾക്കൊരു ദൗത്യമുണ്ട്, ഒരു ദൂതുണ്ട്, ഒരു കർത്താവുണ്ട്. ഈ 3 കാര്യവും നിങ്ങൾക്ക് എവിടെ കാണാൻ കഴിയും? റോമർക്ക് ലേഖനം 9-ാം അധ്യായത്തിൽ സ്തോത്രം പൗലോസിലോട് കാണാൻ കഴിയും. സോ 9-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ആ സ്തോത്രം സോൾ വിന്നർ, അല്ലെങ്കിൽ ആത്മാക്കളെ നേടാനായി സ്തോത്രം ഓടി നടന്ന ആ ദൈവത്തിൻ്റെ ദാസൻ്റെ ഹൃദയം നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്തോത്രം. നോക്കിയേ, സ്തോത്രം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ശബ്ദമുയർത്തി വായിച്ചേ. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട് എന്ന് എൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേറിട്ട് ശാപഗ്രസ്തനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പൗലോസിൻ്റെ ഹൃദയമാണിത്. പൗലോസിനെ അതിശക്തമായി ദൈവം ഉപയോഗിക്കുന്നു. പൗലോസ് റോഡിലൂടെ നടന്നു പോയാൽ ഭൂതങ്ങൾ അലറി വരിക്കും. ഹാൻഡ് കർച്ചീഫ് കൊടുത്തുവിട്ടാൽ ഔട്ട്സ്റ്റാൻഡിംഗ് ആയ അത്ഭുത അടയാളങ്ങൾ നടക്കും. പൗലോസ് വാ തുറന്ന് പ്രസംഗിച്ചാൽ രാജാക്കന്മാർ വരെ വിറയ്ക്കും. പൗലോസ് ജയിലിൽ കിടന്ന് പാടിയാൽ ജയിൽ പൊളിയും, ജയിലർ സ്നാനപ്പെടും. പൗലോസ് ജയിലിൽ നിന്ന് പാടാതെ ഇരിക്കുന്നെങ്കിൽ ലേഖനങ്ങൾ പുറത്തു വരും. എന്തോ മനുഷ്യൻ. പക്ഷേ തൻ്റെ ശുശ്രൂഷ കണ്ട് താൻ തൃപ്തിപ്പെടുന്നില്ല. ചർച്ചിനകത്ത് വന്നവരെ കണ്ട് താൻ സന്തോഷിക്കുന്നുമില്ല. ചിലർക്ക് ശുശ്രൂഷ കാണുമ്പോൾ ദൈവം ഉപയോഗിച്ചു, കൊള്ളാം, തൃപ്തിപ്പെട്ടു, ഞാൻ സൂപ്പർ സ്റ്റാർ എന്ന് പലരും ചിന്തിക്കാറുണ്ട്. എന്നാൽ പൗലോസ് തന്നെ താൻ ഉയർത്തി തൃപ്തിപ്പെടുന്നില്ല. കാരണം പൗലോസ് ജീവിച്ചത് തനിക്ക് വേണ്ടിയല്ല, പൗലോസ് ജീവിച്ചത് ജനത്തിന് വേണ്ടിയാണ്.
ഒരു യഥാർത്ഥ ശുശ്രൂഷകൻ ജീവിക്കുന്നത് പോക്കറ്റിന് വേണ്ടിയല്ല, തനിക്ക് വേണ്ടിയല്ല. സ്തോത്രം. ഒരു യഥാർത്ഥ ദൈവദാസൻ ബേണിംഗ് ക്യാൻഡിലായി നിൽക്കുന്നത്, ഉരുകുന്ന ഒരു മെഴുകുതിരി പോലെ നിൽക്കുന്നത് മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കുവാനാണ്. എല്ലാ ശുശ്രൂഷകനും രണ്ട് കരങ്ങളെ ഉയർത്തിയാട്ടെ. എല്ലാ ശുശ്രൂഷകനും രണ്ട് കരങ്ങൾ കൈ ഉയർത്താതെ ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ട് കരം എല്ലാം ഈ പ്ലാറ്റ്ഫോമിലേക്ക് പറഞ്ഞുവിട്ട്. എല്ലാ ശുശ്രൂഷകനും രണ്ട് കരങ്ങളെ ഉയർത്തി വായു തുറന്ന് പറ, ഞാൻ മേലാൽ ജീവിക്കുന്നത് എനിക്ക് വേണ്ടിയല്ല, ദൈവത്തിനും ദൈവത്തിൻ്റെ ജനത്തിനും വേണ്ടിയാണ്. മതി. ഇത്രയും കാലം നിനക്ക് വേണ്ടി കരഞ്ഞു, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, നിനക്ക് വേണ്ടി ഒരുക്കി, നിനക്ക് വേണ്ടി വ്യാകുലപ്പെട്ടു, ഞാൻ മീ എന്ന് മാത്രം പറഞ്ഞു. എന്നാൽ ഇന്ന് പകൽക്കാലം നിന്റെ ഭാരം അവന് കൊടുക്കുമ്പോൾ അവൻ്റെ ഭാരം അവൻ നിനക്ക് തരുന്നു. ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇത് കിട്ടിയില്ല, വേറെ എവിടെ കിട്ടും? യേശുവിൻ നാമത്തിൽ ഒരു ഗിദെയോനിയ സൈന്യം ദൈവകൃപയാൽ എൻ്റെ മുൻപിൽ നിന്ന് എഴുന്നേൽക്കുകയാണ്. അവർ ജീവിക്കുന്നത് മേലാൽ സ്വന്തം സന്തോഷത്തിന് വേണ്ടിയല്ല, സ്വന്തം കാര്യത്തിന് വേണ്ടിയല്ല. നിങ്ങൾ നിൽക്കുന്നത് ദൈവത്തിനും ദൈവത്തിൻ്റെ ജനത്തിനും വേണ്ടിയാണ്. നിന്ന് നോക്ക്, 6 മാസം ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടി നിന്ന് നോക്ക്. വർഷങ്ങൾ നടക്കാത്തത് വേഗത്തിൽ ദൈവം നിനക്ക് വേണ്ടി ചെയ്യുമെന്ന് ഞാൻ പറയട്ടെ. കർത്താവിന് വേണ്ടി നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിന്റെ കാര്യത്തിന് വേണ്ടി നീ പ്രാർത്ഥിക്കേണ്ട കാര്യം പോലുമില്ല ഒരിക്കലും. സ്തോത്രം. അതെ, ശൗലിൻ്റെ ദൈവം അഭിഷേകം ചെയ്തു എന്നല്ല കേട്ടതാണ്. ശൗലിൻ്റെ ദൈവം അഭിഷേകം ചെയ്ത് ദൈവത്തിനും ദൈവത്തിൻ്റെ ജനമാക്കുന്ന ഇസ്രായേലിൻ്റെ പ്രഭുവായി അഭിഷേകം ചെയ്തപ്പോൾ അവൻ്റെ കാര്യത്തെ ദൈവം നോക്കി. അവൻ കഴുതയുടെ പിന്നാലെ പോയില്ല, കഴുത അവനെ തേടി വന്നു. മീനിങ്, നീ ദൈവത്തിന് വേണ്ടി വേർതിരിഞ്ഞ് ദൈവത്തിന് വേണ്ടി നിൽക്കുമ്പോൾ നിനക്കുള്ളത് നിന്റെ വീട്ടിലെത്തും. നിനക്കൊരു ദൗത്യമുണ്ട്, നിനക്കൊരു ദൂതുണ്ട്, നിനക്കൊരു കർത്താവുണ്ട്. സ്തോത്രം. അതെ, നിനക്കൊരു കർത്താവുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഭാരം, ആത്മാക്കളെ കുറിച്ച് അമേസിംഗ് ആയിട്ടുള്ളൊരു ഭാരം ഉണ്ടായിരിക്കും. പൗലോസ് പറയുന്നത്, എൻ്റെ സ്വന്തം ജനത്തിന് വേണ്ടിയാണ് ഞാൻ ഉരുകുന്നത്. പൗലോസിൻ്റെ സ്വന്തം ജനമെന്ന് പറയുന്നത് യഹൂദന്മാരാണ്. ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നു, ഞാൻ പറയുന്നത് ഭോഷ്കല്ല. എനിക്ക് വലിയ ദുഃഖം. ആരാ പറയുന്നത്? പൗലോസ് പറയുക, എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട്. ഇത് ഇങ്ങനെ ഞാൻ യാത്ര ചെയ്യുന്നു, ലേഖനം എഴുതുന്നു, പ്രസംഗിക്കുന്നു, സഭകൾ സ്ഥാപിക്കുന്നു. ഇതൊക്കെ ഉള്ളപ്പോൾ തന്നെ എൻ്റെ ഹൃദയത്തിൽ വലിയ നോവുണ്ട്. അത് എന്നെക്കുറിച്ചുള്ള നോവല്ല. ഞാൻ സെക്യൂറായിരിക്കണം, ഞാൻ സന്തോഷമായിരിക്കണം, എല്ലാവരും എന്നെ നോക്കി കൈയടിക്കണം, എല്ലാവരും എന്നെ എൻ്റർടൈൻ ചെയ്യണം, എൻ്റെ ചുറ്റും നിന്ന് എൻ്റെ ഫാൻസ് ഹോസന്ന പാടണം, എല്ലാവരും എൻ്റെ ചുറ്റും നിന്ന് വെഞ്ചാമരം വീശണം. വെഞ്ചാമരം എന്ന് പറഞ്ഞാൽ അറിയോ? വെഞ്ചാമരം അതൊരു മരമാണോ? ഓ കമോൺ, പിന്നെ പറഞ്ഞുതരാം. സ്തോത്രം. എല്ലാവരും എന്നെ ഇങ്ങനെ വാഴ്ത്തണം, പുകഴ്ത്തണം, മഹത്വവും മാനവും സ്തുതിയും സ്തോത്രം എല്ലാം എനിക്ക് കിട്ടണം. ഇതല്ല പൗലോസ് പറയുന്നത്. അതിൻ്റെ പേര് പ്രൈഡാണ്, അതിൻ്റെ പേര് നിഗളമാണ്. എന്നെ അല്ല വാഴ്ത്തേണ്ടത്, എന്നിലേക്കല്ല ജനത്തെ ഞാൻ ആകർഷിക്കേണ്ടത്. 2 തരത്തിൽ ദൈവദാസന്മാരുണ്ട്. തന്നിലേക്ക് ജനത്തെ ആകർഷിക്കുന്നവരും കർത്താവിലേക്ക് ജനത്തെ ആകർഷിക്കുന്നവരും. ഒരുപാടായിപ്പോയല്ലേ എന്ന്? സ്തോത്രം. ഒരിക്കൽ കൂടെ പറയാം. തന്നിലേക്ക് ജനത്തെ ആകർഷിക്കുന്നവൻ, സ്തോത്രം, അതെ, ദുഷ്ടദാസനാണ്. പക്ഷേ കർത്താവിലേക്ക് ജനത്തിന് ആകർഷിക്കുന്നവൻ നല്ല ദൈവദാസനാണ്. പാസ്റ്ററിലല്ല സഭ പണിക്കേണ്ടത്, ദൈവദാസന്മാരിലല്ല സഭ പണിക്കേണ്ടത്. അതെപ്പോൾ പൊളിഞ്ഞെന്ന് ചോദിച്ചാൽ മതി. കർത്താവിൽ, ക്രിസ്തുവിലാണ് ദൈവത്തിൻ്റെ സഭ പണിയേണ്ടത്. അപ്പോൾ ഹൃദയത്തിൽ ഇടപെടാതെ നോവുമുണ്ട്. എന്തിനു വേണ്ടി? എൻ്റെ മനസ്സാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. എന്ന് പറഞ്ഞാൽ എൻ്റെ ചാർച്ചക്കാർ യഹൂദന്മാർക്ക് വേണ്ടിയാണ് പൗലോസ് ഈ വേദനയിൽ. യഹൂദന്മാർ എവിടെ പോയാലും പൗലോസിനെ കല്ലെറിയുകയാണ്. യഹൂദന്മാർ എവിടെ പോയാലും സ്തോത്രം പൗലോസിനെ ഉപദ്രവിക്കുകയാണ്. നമ്മളൊക്കെ സുവിശേഷ വിലയ്ക്ക് വേണ്ടി പോകുമ്പോൾ ഒരു എയർപോർട്ടിൽ നിന്ന് നേരെ പോകുന്നത്, അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ നേരെ പോകുന്നത് സ്തോത്ര ഹോട്ടലിലേക്കാണ് ചെക്ക് ഇൻ ചെയ്യുന്നത്. പക്ഷെ പൗലോസ് ദേശമായി പോകുമ്പോൾ ചെക്ക് ഇൻ ചെയ്യുന്നത് ജയിലിലേക്കാണ്. ആരാ ഉപദ്രവിക്കുന്നത്? അത് യഹൂദന്മാർ ഉപദ്രവിക്കുകയാണ്. പക്ഷേ പൗലോസിൻ്റെ ഏറ്റവും വലിയ വേദന, ഇവരെല്ലാം രക്ഷിക്കപ്പെടണം. ഹല്ലേലൂയ. ഇവരെല്ലാം രക്ഷിക്കപ്പെട്ട് സ്തോത്രം. അതെ, രാജാവിനെ പോലും നോക്കിയിട്ട് പറഞ്ഞു, എല്ലാവരും എന്നെ പോലെ ആകണം എന്ന് പറഞ്ഞാൽ നിൻ്റെ രാജവസ്ത്രം മാറ്റിവെച്ച്, നിൻ്റെ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ്, നിൻ്റെ കിരീടവും ചെങ്കോലും മാറ്റിവെച്ച് നീ എന്നെ പോലെ മിഷണറി ആകണം. നീ എന്നെ പോലെ സുവിശേഷ വേല ചെയ്യണം. അതാണ് പൗലോസിൻ്റെ താല്പര്യം.
ഹല്ലേലൂയ. നമ്മുടെ ചുറ്റും കാണുന്നതായ ജനത്തെ നോക്കി നീ എല്ലാം എൻ്റെ അസിസ്റ്റൻ്റ് ആയിരിക്കണം എന്ന ആത്മീയ പ്രൈഡല്ല, നികളമല്ല. കമാൺ, ഹല്ലേലൂയ. വാ, ഒറ്റക്കല്ല ഞാൻ ഓടേണ്ടത്. വാ, നമുക്കൊരു കൂട്ട ഓട്ടത്തിന് വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. സോ ഇവരെല്ലാം രക്ഷിക്കപ്പെടണം. അതായിരുന്നു പൗലോസിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യുമെന്നാണ് 3-ാം വാക്യം പറയുന്നു. സ്തോത്രം. എൻ്റെ ചർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകാൻ ആഗ്രഹിക്കുന്നു. ദാറ്റ് മീൻസ് ശാപഗ്രസ്തൻ എന്ന് പറഞ്ഞാൽ സ്തോത്രം, അവർ രക്ഷിക്കപ്പെടുമെങ്കിൽ ഞാൻ നരകത്തിൽ വീണോളാം. അവൻ്റെ നിത്യത തന്നെ അവൻ പണയം വയ്ക്കുന്നു. ദാറ്റ് ഈസ്, അതാണ് അവൻ്റെ ഹൃദയം. നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല. അവരെല്ലാം സ്വർഗത്തിൽ പോകുമെങ്കിൽ സ്തോത്രം, അതെ, അവരുടെ നരകം ഞാൻ എടുത്തോളാം. കമാൻ. അവർ സ്വർഗത്തിൽ പോകുന്നെങ്കിൽ എൻ്റെ സ്വർഗം ഞാൻ അവർക്ക് കൊടുക്കാം, അവരെ നരകം ഞാൻ എടുത്തോളാം. സഹോദരി സഹോദരന്മാരെ, സ്തോത്രം, ഇന്ന് ഈഗോയിലിരിക്കുന്ന, സ്വാർത്ഥതയിൽ ജീവിക്കുന്ന സകല വിഗ്രഹങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽക്കാലം പൊളിക്കണം. ദൈവം നിന്നെ ഉപയോഗിക്കണമെങ്കിൽ നിന്റെ സ്വാർത്ഥത, ഞാൻ, എൻ്റെ നിത്യത, എൻ്റെ കാര്യം, എൻ്റെ ശുശ്രൂഷ, ബാക്കിയുള്ളവരും പൊളിഞ്ഞാൽ എനിക്കെന്നെ, അതല്ല വേദപുസ്തകം പറയുന്നത്. സ്തോത്രം, അതല്ല പറയുന്നത്. പൗലോസ് പറയുന്നത് എൻ്റെ സ്വർഗം ഞാൻ വേണമെങ്കിൽ അവർക്ക് കൊടുത്തിട്ട് അവരെ നരകം ഞാൻ ഏറ്റെടുക്കാം. എന്തിനു വേണ്ടി? അവർ രക്ഷിക്കപ്പെടുവാനായി. ഇത് തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തു ചെയ്തത്. സെയിം ആസ് ജീസസ്. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി, ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അവനെ ഇറങ്ങി വന്നു. ഞാൻ പറയട്ടെ, നിങ്ങളൊരു സ്തോത്രം, ഈ കാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ കൃപയാൽ ജനം രക്ഷിക്കപ്പെടുന്നത് നിങ്ങൾ കാണണമെങ്കിൽ, ദൈവത്തിൻ്റെ ശുശ്രൂഷ നിങ്ങൾ വളരെ കാണണമെങ്കിൽ സ്റ്റാറ്റസ് വിടണം, ഈഗോ വിടണം, ഞാനെന്ന നികളവും ഭാവവും വ്യാജ ഭാവം വിട്ടുമാറി താഴേക്ക് ആര് ഇറങ്ങുമോ? ഗോതമ്പ് മണിക്ക് തനിയെ ഇരുന്നാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും. അത് നിലത്ത് വീണ് ചാകുമെങ്കിൽ ഒരു കൊയ്ത്തുണ്ടാകും. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ നമ്മുടെ ആത്മീയ ഭദ്രാസനങ്ങളിൽ നിന്ന്, ആത്മീയ സിംഹാസനം നിന്ന് എഴുന്നേൽക്കേണ്ട സമയമായി. യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവ് ആരോടോ വാണിയും പറയുന്നു. എത്ര വർഷം നീ വെറുതെ കളഞ്ഞു? ജനം രക്ഷിക്കപ്പെടുന്നത് കണ്ടോ? ചർച്ച് ഗ്രോത്ത് കണ്ടോ? ജനം വിടുവിക്കപ്പെടുന്നത് കണ്ടോ? വാ, എൻ്റെ കൂടെ വാ. തമിഴ്നാട് ഞാൻ കാണിച്ചു തരാം, ആന്ധ്ര കാണിച്ചു തരാം, നോർത്ത് ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനത്തെയും ഞാൻ കാണിച്ചു തരാം. ദശലക്ഷക്കണക്കിന് ആത്മാക്കൾ, ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നു, ദശലക്ഷക്കണക്കിന് ആത്മാക്കൾ സഭയിൽ വരുന്നത് കാണുവാൻ കഴിയും. ഇവിടെ നടക്കാത്തത്, ജനം ജീവിക്കുന്നത്, ദൈവദാസന്മാർ ജീവിക്കുന്നത് സെൽഫിഷ് മോട്ടയിൽ, സ്വാർത്ഥതയിൽ. എനിക്കെന്ത് കിട്ടും? സ്തോത്രം, എൻ്റെ പേര്, എൻ്റെ ശുശ്രൂഷ, ഞാൻ. എന്നാൽ പൗലോസ് പറയുന്നു, നോ നോ നോ, എൻ്റെ നിത്യത വരെ ഞാൻ വേണമെങ്കിൽ പണയം വയ്ക്കാം. എൻ്റെ നിത്യത വേണമെങ്കിൽ. സ്തോത്രം. സെയിം ആസ് ജീസസ്. പഴയ നിയമത്തിൽ അങ്ങനെ പറഞ്ഞതായ ഒരു ദൈവദാസൻ കൂടിയുണ്ട്. ജസ്റ്റ് തൊട്ട് ഞാൻ പോകാം. പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ, പുറപ്പാട് പുസ്തകം 32 വായിക്കുമ്പോൾ മോശെ ഇതാ സ്തോത്രം സീനായി മലയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വരികയാണ്. നോക്കണമേ, മോശ സീനായി മലയിൽ നിന്ന് 2 കയ്യിൽ കൽപ്പലകയുമായി മോശെ ഇതാ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ സ്തോത്രം, മേലെ കൽപ്പന കൊടുത്തപ്പോൾ തന്നെ താഴെ കൽപ്പന ലംഘനവും ഉണ്ടായി. ഒരിക്കൽ കൂടെ, മേലെ കൽപ്പന കൊടുത്തപ്പോൾ സെയിം ടൈം താഴെ കൽപ്പന ലംഘനവും ഉണ്ടായി. ആ കൽപ്പന ലംഘനം ഉണ്ടായപ്പോൾ മോശീദ സ്തോത്രം ആ കൽപ്പലകയും പിടിച്ച് താഴേക്ക് കടന്നു വരികയാണ്. ജനമിതാ കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി, കാളക്കുട്ടിയുടെ ചുറ്റും കിടന്ന് ആർത്ത് സ്തോത്രം കാളക്കുട്ടിയെ വാഴ്ത്തുന്നു. സ്തോത്രം. ഉടനെ ദൈവം പറഞ്ഞു, എന്നെ വിട് മോശേ, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കാം. എന്നെ വിട് മോശേ. പുറപ്പാട് 32 വീട്ടിൽ പോയി വായിച്ചു നോക്കി. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, എന്നെ വിട്, സ്തോത്രം, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കും. ഇത് ദുശാഠ്യമുള്ള ജനമാണ്. ഒരു മിസ്രൈമിൽ ധാരാളം അത്ഭുതങ്ങൾ കണ്ടവരാണ്. ചെങ്കടൽ വിഭാഗിക്കപ്പെടുന്നത് കണ്ടതാണ്. ഫറവോനെയും സൈന്യത്തെയും ഞാൻ മുക്കുന്നത് കണ്ടതാണ്. പക്ഷെ എന്നിട്ടും എന്നെ നിരസിച്ച് കാളയ്ക്ക് തത്തുല്യമായി ഇതാ എന്നെ ആക്കിയിരിക്കുന്നു. വിഗ്രഹാരാധനയിലേക്ക് അവർ തിരിഞ്ഞിരിക്കുന്നു, അന്യാരാധനയിൽ തിരിഞ്ഞിരിക്കുന്നു. ദുശാഠ്യമുള്ള ജനം. ഞാൻ ഇവരെ നശിപ്പിച്ചിട്ട് ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കാം. മോശയോട് പറയാം, നിന്നെ ജാതിയാക്കുക. സെയിം തിങ്ങാണ് ദൈവം അബ്രഹാമിനോട് പറഞ്ഞത്. എവിടെ കയ്യിലിരിപ്പ് ശരിയല്ല, ഞാൻ എവരെ നശിപ്പിച്ചിട്ട് ഞാൻ നിന്നെ വലിയ ജാതിയാക്കാം. 2025 ഇന്ന് ഡിസംബർ മാസം 2-ാം തീയതി കർത്താവ് പറയുകയാണ്, ഈ ജനം മുഴുവൻ പാപം ചെയ്ത് ജീവിക്കുന്നു. ഈ ജനം എൻ്റെ അടുക്കലേക്ക് വരുന്നില്ല, എന്നെ കളഞ്ഞിരിക്കുന്നു. അവരെല്ലാം ഞാൻ നശിപ്പിച്ചിട്ട് നിന്നെ ഞാൻ വലിയതാക്കാമെന്ന് പറഞ്ഞാൽ കർത്താവ് പെട്ടെന്ന് വേഗത്തിൽ എന്തിനാ കർത്താവേ താമസിക്കുന്നത്? അവരെല്ലാവരും തട്ടിക്കള, എന്നിട്ട് എന്നെ വലുതാക്ക് എന്ന് പറയുന്നവരാ. ഒരുത്തൻ്റെ തലയിൽ ചക്ക വീണത് ദർശനം കണ്ടെന്നിരിക്കട്ടെ. ഒരാൾ
ചക്ക വീണത് ദർശനം കണ്ടെന്നിരിക്കട്ടെ, അവൻ തൊലയുന്നതാണ് ചിലർ കാണുന്നത്. ആ മിനിസ്ട്രിയുടെ പേരാണ് മോർച്ചറി ഇൻ്റർനാഷണൽ. സ്തോത്രം. എന്നിട്ട് കാത്തിരിക്കുകയാണ് അവൻ്റെ തലയിൽ ചക്ക വീണോ, ചക്ക വീണോ, ചക്ക വീണോ. അവൻ തൊലഞ്ഞാലും സാരമില്ല, എൻ്റെ ദർശനം നിറവേറണം. യോന അതാ ചിന്തിച്ചത്. സ്തോത്രം. യോന, അതെ, സ്തോത്രം. ഈ ജനം നശിക്കണം, ഞാൻ പ്രവചിച്ചതുപോലെ ഈ ജനം നശിക്കണം, എന്നാൽ മാത്രമേ എനിക്ക് 4 പ്രോഗ്രാം കൂടുതൽ കിട്ടത്തുള്ളൂ. എൻ്റെ ദൂത് കറക്റ്റായി, ഞാൻ പറഞ്ഞത് സംഭവിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ പ്രസംഗം വൈറലാകത്തുള്ളൂ. ദൈവദാസൻ പറഞ്ഞത് സംഭവിച്ചിരിക്കുന്നു, ഇതാ ദേശം നശിച്ചിരിക്കുന്നു, മുല്ലപ്പെരിയാർ പൊട്ടിയിരിക്കുന്നു. ദൈവദാസൻ പറഞ്ഞതുപോലെ മുല്ലപ്പെരിയാർ മുല്ലപ്പെരിയാർ കമാൺ. എന്തെങ്കിലും നാശം വരുന്നതിന് മുൻപ് പറയത്തില്ല, വന്നതിന് ശേഷം എവിടെ നിന്നെങ്കിലും ആ വീഡിയോ ക്ലിപ്പ് എടുത്ത് യെസ് ഞാൻ പറഞ്ഞതുപോലെ. എടാ, നീ രഥത്തിൻ്റെ പിന്നാലെയല്ല ഓടേണ്ട, നീ രഥത്തിൻ്റെ മുന്നാലെ ഓടേണ്ട. പക്ഷെ പൗലോസിൻ്റെ ഹൃദയം, കർത്താവിൻ്റെ ഹൃദയം, മോശയുടെ ഹൃദയം, സ്തോത്രം, ഈ ജനം തൊലഞ്ഞാൽ ഞാൻ നന്നാകണമെന്നല്ല. അത് യേശു അല്ല, അത് സുവിശേഷമല്ല, അത് വേറെ എന്തോ ആണ്. നിങ്ങളിൽ പലർക്കുള്ള കുഴപ്പം അതാണ്. നിങ്ങൾ ജനത്തിന് വേണ്ടിയല്ല ജീവിക്കുന്നത്, നിങ്ങൾ നിന്നെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എൻ്റെ ഗ്ലാമർ, എൻ്റെ ചിന്ത, എൻ്റെ ശുശ്രൂഷ. ഞാൻ സ്തോത്രം, ദൈവരാജ്യത്തിനകത്ത് ദൈവം ബാബേൽ ടവർ അനുവദിക്കത്തില്ല. കമാൺ. ദൈവരാജ്യത്തിനകത്ത് ദൈവം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനികൾ അനുവദിക്കത്തില്ല. ഇറങ്ങി വാ. അത് യേശുവല്ല, അത് വേറൊരു സുവിശേഷം, വേറൊരു കർത്താവ്, വേറൊരാത്മാവ്. യേശുവിൻ്റെ നാമത്തിൽ ആ ദുരാത്മാവ് ദൈവസഭയിൽ നിന്ന് പുറത്തു പോകട്ടെ, പകരം പരിശുദ്ധാത്മാവ് വ്യാപരിക്കട്ടെ. ആ ജനം നശിച്ചാലും സ്തോത്രം, ഞാൻ നന്നായാൽ മതി എന്നല്ല മോശ പറഞ്ഞത്. എൻ്റെ സഹോദരവർഗം നശിച്ചിട്ട് എനിക്ക് ഗ്ലാമർ ലഭിക്കട്ടെ എന്നല്ല പൗലോസ് പറഞ്ഞത്. സ്തോത്രം. യേശു കർത്താവ് അടികൊണ്ട് പൊളിക്കുമ്പോൾ അതെ, ലോകത്തെ മുഴുവൻ നശിപ്പിക്കാൻ ദൂതന്മാരെ ഇറക്കിയില്ല, അവൻ തന്നെത്താൻ സഹിച്ചു. അതിൻ്റെ പേരാണ് ശുശ്രൂഷ. അപവാദം വരും, പ്രശ്നങ്ങൾ വരും, വെല്ലുവിളികൾ വരും, പോരുകളും പോരാട്ടം വരും. പക്ഷേ മറുവശത്ത് നരകം പൊളിയും, സ്വർഗം ദൈവകൃപയാൽ നിറയുക. 2 കരങ്ങളിൽ അടിച്ച് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്. ഹല്ലേലൂയ. അപ്പോൾ ഈ ജനം സാധാരണ ജനമല്ല, ഈ ജനം രക്ഷിക്കപ്പെടണം. എന്നെ കല്ലെറിയുന്നവരാണ്, എന്നെ ഉപദ്രവിക്കുന്നതാണ്. പൗലോസ് പറയും, എന്നെ കല്ലെറിയുന്നവരാണ്, എന്നെ ഉപദ്രവിക്കുന്നവരാണ്, എന്നെ തകർക്കാൻ വേണ്ടി നടക്കുന്നവരാണ്, എന്നെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ്. പക്ഷേ അവരും സ്തോത്രം രക്ഷിക്കപ്പെടണം. അവൻ തൻ്റെ നിത്യത വെച്ച് പറയുന്നു, എനിക്കെപ്പോഴും എൻ്റെ ഹൃദയത്തിൽ നോവുണ്ട്. കാരണം ഈ ജനം ആരാണ്? അബ്രഹാമിൻ്റെ സന്തതിയാണ്. ഈ ജനം ആരാ? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ഞാൻ വീണ്ടും പറയും, ദൈവത്താൽ തിരഞ്ഞെടുപ്പെടുക. ഇവരെല്ലാം രക്ഷിക്കപ്പെടണം, ഇവരെല്ലാം രക്ഷിക്കപ്പെടാം. അന്ത്യകാലത്തെ ദൈവത്തിൻ്റെ സഭ അതിശക്തമായിട്ടുള്ള സ്തോത്ര പേഴ്സിക്യൂഷനിലൂടെ ഈ ദിവസങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ ഞാൻ്റെയും ഹൃദയത്തിൻ്റെ സ്പന്ദനമാകണം. ഇന്ത്യ മുഴുവൻ രക്ഷിക്കപ്പെടണം, ഇന്ത്യ മുഴുവൻ രക്ഷിക്കപ്പെടണം. അതിനുവേണ്ടിയാണ് ദൈവം പരിശുദ്ധാത്മാവിനെ നേർക്ക് തന്നിരിക്കുന്നത്. അതിനുവേണ്ടിയാണ് ദൈവം അന്യഭാഷ തന്ന് ആത്മാവിൽ പ്രാർത്ഥിപ്പാൻ ദൈവം നിന്നെ നിയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം. മുഴുവൻ ജനവും ദൈവകൃപയാൽ രക്ഷിക്കപ്പെടണം. മോശ പറയും, സ്തോത്രമയ്യോ, ഈ ജനം രക്ഷിക്കപ്പെടുന്നില്ലെങ്കിൽ അവരില്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട. നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേരിനെ മായ്ച്ചു കളയണമേ. ഒരിക്കൽ കൂടെ, ഈ ജനത്തെ നീ കൊല്ലുന്നെങ്കിൽ, ഒരു കാര്യം ചെയ്യും, ഈ ജനത്തെ നീ കൊല്ലുന്നെങ്കിൽ, യഹോവയാം ദൈവമേ, ഈ ജനത്തെ നീ കൊല്ലുന്നെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേരിനെ മായ്ച്ചു കളയണമേ. സെയിം തിങ്ങാണ് പൗലോസ് പറയുന്നത്. ഞാൻ ശാപഗ്രസ്തനായിക്കൊള്ളാം, ഞാൻ നരകത്തിൽ വീണോളാം, നിത്യത പണയം വെച്ച് പ്രാർത്ഥിക്കുന്നു. കമാൺ, യേശുവിൻ്റെ നാമത്തിൽ ആ ഒരു ആത്മാഭാരം, ആത്മാഭാരം, ആത്മാഭാരം ദൈവജനത്തിന്മേൽ കടന്നു വരട്ടെ. ആത്മാഭാരം. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ. ആത്മാഭാരമുണ്ടാകട്ടെ. സ്തോത്രം. യോഹന്നാൻ യേശുവിൻ്റെ ഹൃദയസ്പന്ദനം കേട്ടു. ചുറ്റും 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 ചുറ്റും. യോഹന്നാൻ യേശുവിൻ്റെ ഹൃദയസ്പന്ദനം കേട്ടു. ഒരു ദേവദാസൻ ഇങ്ങനെയാ പറഞ്ഞേ, യേശുവിൻ്റെ ഹൃദയസ്പന്ദനം എന്താ യോഹന്നാൻ നീ കേട്ടത്? ഒരുപക്ഷെ യോഹന്നാൻ പറയും, ആത്മാക്കൾ, ആത്മാക്കൾ, ആത്മാക്കൾ. അതായിരുന്നു യേശുവിൻ്റെ ഹൃദയസ്പന്ദനം. അല്ലാതെ വിസ, പണം, സ്ഥാനം, മാനം, പബ്ലിസിറ്റി, ഇതല്ല യേശുവിൻ്റെ ഹൃദയസ്പന്ദനം. ആത്മാക്കൾ, 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 ആത്മാക്കൾ. അതിനെതിരെ നിൽക്കുന്ന സകലതും യേശുവിൻ്റെ നാമത്തിൽ ഇറങ്ങിപ്പോയി. ഹല്ലേലൂയ. യേശുവിൻ നാമത്തിൽ സുവിശേഷത്തെക്കുറിച്ചുള്ള, ആത്മാക്കളെക്കുറിച്ചുള്ള എരിവും ഭാരവും ജനത്തിൽ വ്യാപരിക്കട്ടെ. കരങ്ങളി അടിച്ച് ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. സോ ഈ ജനത്തിൻ്റെ പ്രത്യേകതയാണ് പൗലോസ് പറയുന്ന
തിരഞ്ഞെടുക്കപ്പെട്ട ജനം. ഞാൻ പറയുന്നത് പ്രീഡെസ്റ്റൈൻ. ഈ ജനം പ്രീഡെസ്റ്റൈൻഡ് ആണ്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആര്? യഹൂദന്മാർ. യഹൂദ ജനം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. സ്തോത്രം. വായിച്ചേ 3, 4, 5 വാക്യങ്ങൾ. 3, 4, 5 വാക്യങ്ങൾ. സ്തോത്രം. എവിടെ? റോമർക്ക് ലേഖനം 9-ാം അധ്യായം 3, 4, 5 വാക്യങ്ങൾ. ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകാൻ ആഗ്രഹിക്കുമായിരുന്നു. അടുത്ത ഭാഗം. അവർ ഇസ്രായേലിയർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളവ, പിതാക്കന്മാരും അവർക്കുള്ളവ തന്നെ. ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അവൻ സർവത്തിനു മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, അവർ ദൈവജനമാണ്. ദൈവജനമാണ്. സോ മനസ്സിലാക്കുക. ഒന്നാമതായി പ്രീഡെസ്റ്റൈൻ. ദൈവം നിങ്ങളെ മുൻ നിയമിച്ചു എങ്കിൽ, ദൈവം എന്നെ മുൻ നിയമിച്ചു എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തിക്കുക. ആണോ? ദൈവം നിങ്ങളെ മുൻ നിയമിച്ചുവെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്. അല്ലെങ്കിൽ നമ്പർ 1. ഞാൻ എ എന്നാണ് എഴുതിയത്, കാരണം ഒത്തിരി സബ് പോയിൻറ്റ്സ് പിന്നാലെ വരുന്നതുകൊണ്ട്. ദൈവജനമാണ്, ദൈവത്തിൻ്റെ ജനമാണ്. മുൻ നിർണയിക്കപ്പെട്ട സകലരും ആരാണ്? ദൈവത്തിൻ്റെ ജനമാണ്. നിങ്ങൾ ആരാണ്? പറഞ്ഞാട്ടെ. ദൈവത്തിൻ്റെ ജനമാണ്. നമ്മുടെ പാട്ട് വേറെയാണ്, നമ്മുടെ ഹൃദയം വേറെയാണ്, നമ്മുടെ ആത്മാവ് വേറെയാണ്. നമ്മൾ പുതിയ സൃഷ്ടിയാണ്. അങ്ങനെ നമ്മൾ നാട്ടുകാരെ പോലെയല്ല. നമുക്കൊരു വേർപാടുണ്ട്, നമുക്ക് വേറൊരു പ്രമാണമുണ്ട്, നിനക്ക് വേറൊരു ലൈഫ് സ്റ്റൈലുണ്ട്. കാരണം നീ മറ്റുള്ളവർ ഊരു ചുറ്റുന്ന പോലെ നിനക്ക് ഊരു ചുറ്റാൻ പറ്റത്തില്ല. നിൻ്റെ ലൈഫ് വ്യത്യസ്തമാണ്. കാരണം എന്താണ്? നീ ദൈവ ജനമാണ്. ഹല്ലേലൂയ. എന്താ തുറച്ചു നോക്കുന്നേ? മാറിയില്ലയോ? മാറിയില്ലെങ്കിൽ നാറും. മാറിയില്ല, ഒന്നുകിൽ മാറും, ഇല്ലെങ്കിൽ നാറും. രണ്ടിലൊന്ന് നടക്കും. കാരണം ഉണങ്ങിയ പാപിയേക്കാൾ സ്നാനപ്പെട്ട് നനഞ്ഞ കുതിർന്ന പാപി ഭയങ്കര നാറ്റം കൂടുതലായിരിക്കും. ഉണങ്ങിയിരിക്കുന്ന പാപിയേക്കാൾ വെള്ളത്തിലിറങ്ങി മുങ്ങി കുതിർന്ന പാപി കൂടുതൽ നാറ്റമായിരിക്കും. അതുകൊണ്ട് നീ ദൈവജനമാണ്. എന്താ തുറച്ചു നോക്കുന്ന? നാളെ വരണേ പ്ലീസ്, നാളെ വരണേ. സ്തോത്രം. അതുകൊണ്ട് 2 പേരെ തൊട്ട് ഒരിക്കൽ കൂടെ പറഞ്ഞാട്ടെ, നമ്മൾ ദൈവജനമാണ്. കാരണം നിങ്ങൾ മുൻനിർണയിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ദൈവജനമാണ്. നിങ്ങൾ ദൈവജനമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് മാറ്റമുണ്ട്. ഗസ്റ്റ് പറയത്തില്ല. അവർ വന്ന് വല്ല കേക്കോ ലഡുവോ ജിലേബിയൊക്കെ ഗസ്റ്റ് കൊണ്ടുവരത്തുള്ളൂ. പക്ഷെ വീട്ടിൽ പാചകം ചെയ്യുന്നത് കഴിച്ചാൽ മാത്രമേ ആരോഗ്യത്തോടെ വളരാൻ പറ്റത്തുള്ളൂ. ഈ ഗസ്റ്റ് കൊണ്ടുവരുന്നത് മാത്രം കഴിക്കുന്നവന് 4 അടി വീതി കാണും, 2 അടി ഉയരവും കാണും. എന്നും അസുഖമായിരിക്കും. അതുകൊണ്ടാണ് ചില ചർച്ചിൽ പോകുമ്പോൾ സ്തോത്രം, അത് ഗസ്റ്റ് സ്പീക്കറിലല്ല ലോക്കൽ ചർച്ച് വളരേണ്ടത്. സ്തോത്രം. ലോക്കൽ ലീഡർഷിപ്പിലാണ് ദൈവസഭ വളരേണ്ടത്. ലോകത്തിൽ എവിടെ ദൈവസഭ വളരുന്നുണ്ടോ അല്ലെങ്കിൽ വളർന്നിട്ടുണ്ടോ, ഗസ്റ്റിൻ്റെ സൂട്ട് കേസിൽ നിന്ന് നല്ല ഉണർവ് വന്നത്. അയ്യോ, ഗസ്റ്റ് സ്പീക്കർ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കൊള്ളത്തില്ലായിരുന്നു, ഇന്ന് ചങ്കിന് കുത്തുന്ന വർത്താനം. നോ. സ്തോത്രം. ലോക്കൽ ലീഡർഷിപ്പിന് അതാണ് സാത്താൻ ഏറ്റവും വലിയ ദേഷ്യം. ഇടയനെ വെട്ടണം. പണ്ടേ ഉള്ളതാ, 2000 വർഷങ്ങൾക്ക് മുമ്പേ ഉള്ളതാ. ഇടയനെ വെട്ടണം, ആടുകൾ ചെതണം. പക്ഷേ ഇങ്ങ് വാ, കരടിയോ സിംഹമോ വാ. സ്തോത്രം. വാ. സോ ദൈവത്തിൻ്റെ ജനം. സോ ഈ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ പ്രത്യേകത എന്ത്? സ്തോത്രം. ദൈവത്തിൻ്റെ ജനത്തിൻ്റെ പ്രത്യേകത നമ്പർ 1. സ്തോത്രം. 9 കാര്യം എനിക്ക് പറയാനുണ്ട്. പ്രീഡെസ്റ്റൈൻഡായി ദൈവം തിരഞ്ഞെടുക്കപ്പെട്ടതുള്ള ദൈവത്തിൻ്റെ ജനം. 4-5 വാക്യത്തിൽ നിങ്ങൾ വായിച്ചത് 9 കാര്യങ്ങളാണുള്ളത്. സ്തോത്രം. അവർ ഇസ്രായേല്യർ. നമ്പർ 1, അവരെന്താണ്? അവർ ഇസ്രായേല്യർ. ശബ്ദം ഉയർത്തി പറഞ്ഞാട്ടെ, അവരാരാണ്? ഇസ്രായേല്യർ. ദാറ്റ് മീൻസ് ഞാനിങ്ങനെ പറയട്ടെ, സ്തോത്രം, ചോസൺ പീപ്പിൾ, തിരഞ്ഞെടുക്കപ്പെട്ട ജനം. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനം. ശബ്ദം ഉയർത്തി പറഞ്ഞേ, ദൈവം എന്നെ തിരഞ്ഞെടുത്തു. സ്തോത്രം. എൻ്റെ പേരെന്താണ്? ഇസ്രായേലിയരുടെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ സ്തോത്രം ഒരർത്ഥം ഇതാണ്. അറിഞ്ഞുകൂടാത്തവർ എഴുതിയെടുത്തോ. സ്തോത്രം. ഇസ്രായേലിൻ്റെ ഒരർത്ഥം ഇതാണ്, ലെറ്റ് ഗോഡ് പ്രിവെയിൽ. ദൈവം നിലനിൽക്കുന്നവൻ. ദൈവം തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നിനക്ക് നിലനിൽപ്പുണ്ട്. ഇസ്രായേലിൻ്റെ ഒരർത്ഥം ഇതാണ്, ലെറ്റ് ഗോഡ് പ്രിവെയിൽ. ദൈവം നിലനിൽക്കുന്നവനാണ്.
ദൈവം നിലനിൽക്കുന്നത് പോലെ ദൈവം നിലനിൽക്കുന്നു എങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനവും നിലനിൽക്കും. പ്രീഡെസ്റ്റൈൻ. സ്തോത്രം. അതെ, ദൈവം നിലനിൽക്കുന്നത് പോലെ സ്തോത്രം ദൈവത്തിൻ്റെ ജനവും നിലനിൽക്കും. പാരമ്പര്യ പള്ളികളിൽ സാക്ഷ്യ സമയത്ത് പലരും എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ പറയാറുണ്ട്, എൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. വല്ലവൻ്റെ പ്രാർത്ഥന കൊണ്ടല്ല നീ നിലനിൽക്കുന്നത്, കർത്താവ് നിലനിൽക്കുന്നു, അതുകൊണ്ട് നീയും നിലനിൽക്കുന്നു. പക്ഷെ നീ നിന്നതല്ല, ദൈവം നിന്നെ നിർത്തുകയാണ്. ദൈവം തന്നെ വിളിച്ച് സ്നാനജലത്തിലേക്ക് നടത്തി ആത്മാവിൽ നിറച്ച് കർത്താവിൻ്റെ സഭയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് നാണം കെടുത്താനല്ല, തോറ്റു തുന്നം പാടാനല്ല, ദൈവത്തിൻ്റെ കൃപയിൽ നിലനിർത്താൻ വേണ്ടിയാണ്. സോ ഈ ജനം ഇസ്രായേൽ ദൈവകൃപയാൽ ഇന്ന് പകൽ നിലനിൽക്കുന്നു. ചരിത്രം നോക്കിയാട്ടെ, ഫറവോൻ വന്നു, അവർക്ക് അവരെ തടയാൻ പറ്റിയില്ല. അസീറിയൻസ്, സിറിയക്കാർ വന്നു, സ്തോത്രം, അവരെ തുലയ്ക്കാൻ പറ്റിയില്ല. ബാബിലോണിയർ വന്നു, പേർഷ്യക്കാർ വന്നു, അതേ ഹിറ്റ്ലർ വന്നു, ഹമാസ് വന്നു, സ്തോത്രം, ഹിസ്ബുള്ള വന്നു. എന്നിട്ടും ഇന്ന് പകൽ ഇസ്രായേൽ നിലനിൽക്കുന്നു. ഫറവോനാകട്ടെ, പേർഷ്യൻസ് ആകട്ടെ, അസീറിയൻസ് ആകട്ടെ, ബാബിലോണിയൻസ് ആകട്ടെ, ഹിറ്റ്ലർ ആകട്ടെ, ഹമാസ് ആകട്ടെ, സ്തോത്രം, ഹിസ്ബുള്ള ആകട്ടെ, സ്തോത്രം, അവരെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഇസ്രായേൽ നിലനിൽക്ക്. ആരൊക്കെ മലബാറിൽ നിന്ന് ഇത് വാച്ച് ചെയ്താലും ഞാൻ പറയും ഇസ്രായേൽ നിലനിൽക്കുക. കാരണം എന്ത്? മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന രാജാതി രാജാവ് കർത്താതി കർത്താവായ മെശിഹ നിലനിൽക്കുന്നത് കൊണ്ട് ഇസ്രായേലും നിലനിൽക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവൻ തിരുവനന്തപുരത്ത് നിലനിൽക്കും. തിരഞ്ഞെടുക്കപ്പെട്ടവൾ തിരുവനന്തപുരത്ത് നിലനിൽക്കും. കരങ്ങളിൽ അടിച്ച് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ച്. 9 കാര്യങ്ങളാണ് ആ 4-5 വാക്യത്തിൽ നിങ്ങൾക്ക് കാണുവാൻ കൊണ്ട് കഴിയുന്നത്. 9 കാര്യങ്ങൾ. അവൾ ഇസ്രായേലർ. 2 പുത്രത്വം. രണ്ടാമത്തെ കാര്യം, ഇസ്രായേൽ ആരാണ്? അവൻ ദൈവത്തിൻ്റെ പുത്രനാണ്. ഇസ്രായേൽ ദൈവത്തിൻ്റെ പുത്രനാണ്. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 22-ാം വാക്യം. സ്തോത്രം. കർത്താവ് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ആദ്യ ജാതൻ. സ്തോത്രം. മോനെ ആ വാക്യം തന്നെ. അതെ, പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 22-ാം വാക്യം. അതെ, നീ ഫറവോനോട് ഇപ്രകാരം അരുളി ചെയ്യാൻ, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യ ജാതൻ തന്നെ. ഒരിക്കൽ കൂടെ, ഇസ്രായേൽ എൻ്റെ പുത്രൻ, എൻ്റെ ആദ്യ ജാതൻ തന്നെ. എടോ ഫറവനെ, ദൈവം പറയും, എടോ ഫറവനെ, എൻ്റെ ആദ്യജാതനെ 400 സംവത്സരം നീ പീഡിപ്പിച്ചില്ലേ? എൻ്റെ ആദ്യജാതനെ നീ തൊട്ടത് കൊണ്ട് നിൻ്റെ കടിഞ്ഞൂലിനെ, നിൻ്റെ ആദ്യജാതനെ ഞാനും തൊടും. അതിൻ്റെ പേരാണ് കടിഞ്ഞൂൽ സംഹാരം. യേശുവിൻ്റെ നാമത്തിൽ ധൈര്യമായിരിക്കുക. പ്രീഡെസ്റ്റിൻ. ദൈവം നിന്നെ തിരഞ്ഞെടുത്തെങ്കിൽ, നിന്നെ വല്ലവനും ഞോണ്ടിയാൽ, നിന്നെ വല്ലവനും തൊട്ടാൽ വേദനിക്കുന്നത് എൻ്റെ അപ്പനാ. ഇതുകൊണ്ട് ഞാൻ ധ്യാനിക്കുമ്പോൾ ഭയങ്കര ഒരു സുരക്ഷിതത്വം ഞാൻ ഫീൽ ചെയ്തു. വലിയൊരു സുരക്ഷിതത്വം. ഞാൻ ഇൻസെക്യൂർ അല്ല, ഞാൻ സെക്യൂർ ആണ്. എനിക്ക് ചുറ്റുമൊരു തീ മതിലുണ്ട്. ഇസ്രായേലിൻ്റെ ആദ്യജാതൻ, നീ എൻ്റെ ആദ്യജാതനെ തൊട്ടെങ്കിൽ നിൻ്റെ ആദ്യജാതനെ ഞാൻ തൊടും. നിൻ്റെ മുഴുവൻ പിടിയും പോകും. കാരണം നീ അവനെ പിടിച്ചു വച്ചതാണ്. എൻ്റെ പുത്രനെ 400 സംവത്സരം വിടാതെ നീ പിടിച്ചു വച്ചതാണ്. അതുകൊണ്ട് എൻ്റെ പുത്രനെ നീ പിടിച്ചതുകൊണ്ട്, നീ പിടിച്ചു വച്ചത്, നീ തകർക്കാൻ നോക്കിയത് കൊണ്ട് നിൻ്റെ ആദ്യജാതനെ എന്തോ. സോ നീ തിരഞ്ഞെടുക്കപ്പെട്ട നീ ആരാണ്? നീ എൻ്റെ സ്തോത്രം പുത്രനാണ്. ഒന്ന്, നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്. നിങ്ങൾ സ്തോത്രം പുത്രത്വമാണ്. നമ്പർ 3, മൂന്നാമത് നിങ്ങൾക്ക് കാണുവാൻ കഴിയുന്ന തേജസ്. എല്ലാവരും പറഞ്ഞാട്ടെ, തേജസ്. ഇംഗ്ലീഷ് ബൈബിൾ പറയുന്ന ഗ്ലോറി. ഷെക്കന ഗ്ലോറി. ആ ജനത്തിനുണ്ടായിരുന്ന പ്രത്യേകതയാണ് ഗ്ലോറി. അവർ മഹത്വത്തിൽ പൊതിയപ്പെട്ടിരുന്നു. ലോകത്തുള്ള ഒരു ജനത്തിനും ഇങ്ങനെ ഒരു കവറിങ് ഉണ്ടായിരുന്നില്ല. പക്ഷെ അവർക്കുണ്ടായിരുന്ന ആ കവറിങ് പണത്തിൻ്റെ അല്ല, വിദ്യാഭ്യാസത്തിൻ്റെ അല്ല, സർട്ടിഫിക്കറ്റിൻ്റെ അല്ല, ഗ്ലോറി കവറിങ് ഉണ്ടായിരുന്നു. ഗ്ലോറി കവറിങ്. ഹല്ലേലൂയ. പകൽ മേഘസ്തംഭം, രാത്രി അഗ്നി സ്തംഭം. നഗ്ന നേത്രം കൊണ്ട് അവർക്ക് കാണുവാൻ കൊണ്ട് കഴിയും. ഗ്ലോറി കവറിങ്ങിനകത്താണ് അവർ ജീവിച്ചത്. നവജാത ശിശുക്കളെ അമ്മമാർ ചർച്ചിൽ കൊണ്ടുവരുമ്പോൾ കണ്ടിട്ടില്ലേ? അതേ ടവലിൽ പൊതിഞ്ഞു കൊണ്ടുവരുന്നത് പോലെ ആ ജനത്തെ 40 വർഷക്കാലം ദൈവം ഗ്ലോറി കവറിങ്ങിൽ കവർ ചെയ്ത് സൂക്ഷിച്ചു. ഇന്നും കഥ വ്യത്യസ്തമല്ല. ഈ ദുഷ്ടലോകത്ത് ദൈവം തൻ്റെ മഹത്വത്തിൽ നിന്നെ പൊതിഞ്ഞു സൂക്ഷിക്കുന്നു.
അനർത്ഥങ്ങൾ, അപകടങ്ങൾ, മാരക രോഗങ്ങൾ നിന്നെ തുറിച്ചു നോക്കിയതാണ്, വിരൽ ചൂണ്ടിയതാണ്, സാത്താൻ പാഞ്ഞു വന്ന് നിന്നെ തകർക്കാൻ നോക്കിയതാണ്. തമ്പുരാൻ പറഞ്ഞു, ഇത് പബ്ലിക് പ്രോപ്പർട്ടി അല്ല, ഇത് എൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. കരങ്ങളെ അടിച്ച് വിശ്വസിക്കുന്ന ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ. സോ നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ജനമാണ്, പുത്രത്വമുള്ളവരാണ്. തീർന്നില്ല. സ്തോത്രം. തേജസ് നിങ്ങൾക്കുള്ളതാണ്. ഗ്ലോറി, ഷെക്കന ഗ്ലോറി നിങ്ങൾക്കുള്ളതാണ്. സ്തോത്രം. നമ്പർ 4, കവനൻസ്. സ്തോത്രം. അതെ, നിയമങ്ങൾ. എല്ലാവരും പറഞ്ഞാട്ടെ, നിയമങ്ങൾ. നിയമങ്ങൾ എന്ന് പറഞ്ഞാൽ സ്തോത്രം, ലോ എന്ന് പറയുന്ന അത് കവനൻ്റാണ്, അത് ഉടമ്പടിയാണ്. അവിടെ പറയുന്ന നിയമങ്ങൾ, ഉടമ്പടി. എല്ലാവരും പറഞ്ഞാട്ടെ, ഉടമ്പടി. ദൈവം സ്തോത്രം യഹൂദന് വേണ്ടി നൽകിയതായ 2 പ്രധാന ഉടമ്പടികളുണ്ട്. ഒന്ന് അബ്രഹാമിക് കവനൻറ്റ്, മറ്റൊന്ന് ഡേവിഡിക് കവനൻറ്റ്. ഓഫ് കോഴ്സ് മൊസായിക് കവനൻറ്റ് അടുത്ത് വരുന്നത് കൊണ്ട് ഞാനിത് സ്തോത്രം പിന്നെ പറയാം. പ്രത്യേകിച്ച് അബ്രഹാമിക് കവനൻറ്റ്, ആ ഉടമ്പടി അനുസരിച്ചാണ് ദൈവം തൻ്റെ ജനത്തെ നയിക്കുന്നത്. നീ ഇങ്ങനെയായാൽ ഞാൻ ഇങ്ങനെ നിന്നെ നടത്തും, നീ ഇങ്ങനെയായാൽ ഞാൻ നിന്നെ പരിപാലിക്കും. ആ ഉടമ്പടി. സ്തോത്രം. ദൈവത്തിൻ്റെ പ്രത്യേകത, ദൈവം വാക്ക് മാറത്തില്ല. ദൈവം സ്തോത്രം ഒരു ഉടമ്പടി തന്നാൽ ദൈവം വാക്ക് മാറത്തില്ല. നോക്കി എൻ്റെ കണ്ണിൽ എല്ലാവരും നോക്കിയാൽ ദൈവം ആരാണ്? ദൈവം വാക്ക് മാറത്തില്ല. 2 പേരെ തൊട്ട് പറഞ്ഞാട്ട് ഒരു കാരണവശാലും വാക്ക് മാറല്ല. പറഞ്ഞേ, ഒരു കാരണവശാലും വാക്ക് മാറല്ല. കാരണം അപ്പൻ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ആയിരിക്കണം മക്കൾ. എന്താ ഒരു വല്ലാത്ത ഒരു വളിച്ച അവിയലിൻ്റെ സ്മെല്ല് പോലെ. കമോൺ, അപ്പൻ എങ്ങനെ ഇരിക്കുമോ അതുപോലെ ആയിരിക്കണം മക്കൾ. സ്തോത്രം. ദൈവം വാക്ക് മാറാത്തവനാണ്. അതുകൊണ്ട് ദൈവ മക്കളും വാക്ക് മാറാത്തവരാണ്. ഇല്ലേ എന്തോ ചെയ്യും ബ്രദർ, അന്തസ്സായി നരകത്തിൽ വീഴും. ഇല്ല എന്ത് ചെയ്യും ബ്രദർ, അന്തസ്സായി നരകത്തിൽ വീഴും. വാക്ക് മാറുന്നവൻ. സ്തോത്രം. പറയാം, ആ റെഫറൻസ് കൂടെ പറഞ്ഞു തരാം, എക്സ്ട്രാ പൈസ തരണ്ട. സ്തോത്രം. ആ റെഫറൻസ് കൂടെ പറയാം. റോമർക്ക് ലേഖനം 1-ാം അധ്യായം 30-31 വാക്യങ്ങൾ. റോമർക്ക് ലേഖനം 1-ാം അധ്യായം 30-31 വാക്യങ്ങളിൽ വേദപുസ്തകം പറയുന്നു, നിയമലംഘികൾ, കവനന്റ് ബ്രേക്കേഴ്സ്, നിയമലംഘികൾക്ക് പറ്റുന്നത്, സ്തോത്രം, നിയമലംഘികൾക്ക് പറ്റുന്നത് അവർ അടിച്ചു പൊളിച്ച് അന്തസ്സായി നരകത്തിൽ പോകും, നിത്യമരണത്തിനുള്ളവരാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും സ്തോത്രം അതേ വാക്ക് മാറല്ല. ദൈവം വാക്ക് മാറ്റുന്നവനല്ല. ആകാശവും ഭൂമിയും മാറിയാലും ദൈവം തൻ്റെ വാക്ക് മാറത്തില്ല. പുല്ലുണങ്ങും പൂവാടും, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ഒരിക്കൽ പുല്ലുണങ്ങും പൂവാടും, കർത്താവിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ഹല്ലേലൂയ. എൻ്റെ ദൈവം ചതിക്കത്തില്ല. മാർഗം ഏതായാലും ലക്ഷ്യം ശരിയായാൽ മതി. അതല്ല കർത്താവ് പറയുന്നത്. മനസ്സിലാകാത്തവർക്ക് മനസ്സിലാകാതിരിക്കട്ടെ. മാർഗം ഏതായാലും ലക്ഷ്യം ശരിയായാൽ മതി എന്ന് പറഞ്ഞാൽ ട്രിക്ക് കൊണ്ടല്ല ദൈവം പരിപാടി നടത്തുന്നത്. സ്തോത്രം. അതെ, നേരെ വാ നേരെ പോ എന്ന വിധത്തിലാണ് കർത്താവ് ചെയ്യുന്നത്. നടക്കേണ്ടുന്ന വഴിയിൽ നടന്നാൽ മാത്രമേ എത്തേണ്ട സ്ഥലത്ത് നിനക്കെത്താൻ കഴിയത്തുള്ളൂ. നടക്കേണ്ട വഴിയിൽ നടന്നാൽ മാത്രമേ എത്തേണ്ട സ്ഥലത്ത് നിനക്കെത്താൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രത്യേകത, സ്തോത്രം, ഈ ജനം ദൈവത്തിൻ്റെ ജനമെന്ന് പറഞ്ഞാൽ അവർക്ക് ഉടമ്പടിയുണ്ട്. 5-ാമതായി തിരുവചനം പറയുന്നു, സ്തോത്രം, നിയമങ്ങൾ, ന്യായപ്രമാണമുണ്ട്. ശബ്ദമുയർത്തി പറഞ്ഞാട്ടെ, എന്തുകൊണ്ട്? ന്യായപ്രമാണമുണ്ട്. സ്തോത്രം. പ്രീഡെസ്റ്റൈൻ ചെയ്തതായ ഈ ദൈവത്തിൻ്റെ ജനത്തിന് ന്യായപ്രമാണമുണ്ട്. ന്യായപ്രമാണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. സ്തോത്രം. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഒരു മനുഷ്യൻ നമ്മെപ്പോലെ തന്നെ ഉപവസിച്ചു. ആദ്യത്തെ ഉപവാസം 40 ദിവസം, രണ്ടാമത്തെ ഉപവാസം വീണ്ടും 40 ദിവസം, 80 ദിവസം സ്തോത്രം മോശ പർവ്വതത്തിലേക്ക് കയറിപ്പോയി. 80 ദിവസം മോശ പർവ്വതത്തിലേക്ക് കയറി ചെന്നപ്പോൾ സ്തോത്രം ദൈവം എന്നെ ചുമ്മാ ഇരുന്നോ, വെറുതെ ഇരുന്നോ? നോ. സ്തോത്രം. പഞ്ചഗ്രന്ഥങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, സ്തോത്രം തുടങ്ങിയ 5 ഗ്രന്ഥങ്ങളിൽ അവനെ ഇമ്പാർട്ട് ചെയ്തു. സ്വതായിരുന്നു സ്തോത്രം അവർക്ക് ലഭിച്ചതായ ന്യായപ്രമാണം. ഇസ്രായേൽ നിലനിൽക്കുന്നത്, ഇസ്രായേൽ അനുഗ്രഹിക്കപ്പെടുന്നത്, ഇസ്രായേൽ ഉയരുന്നത്, ഇസ്രായേൽ ലോകത്തിൽ ഇത്രയും ഇൻഫ്ലുവൻസ്, ഇത്രയും സ്വാധീനമുള്ള രാജ്യമായത് അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണം അനുസരിച്ച് ദൈവകൃപയാൽ മുന്നേറുന്നത് കൊണ്ടാണ്. വേറെ ആർക്കുമില്ലാത്ത പ്രമാണം ഉള്ളത് കൊണ്ട്, വേറെ ആർക്കുമില്ലാത്ത അനുഗ്രഹവും ഉയർച്ചയും അവർക്കുണ്ട്. അതുകൊണ്ട് ദൈവകൃപയാൽ സ്തോത്രം പ്രമാണത്തിൽ നിന്നോണം. ഹല്ലേലൂയ. അവർക്കെന്തുകൊണ്ട്? അവർക്ക് സ്തോത്രം ദൈവത്തിൻ്റെ ന്യായപ്രമാണമുണ്ട്. പിന്നെയോ ആരാധനയും
ആരാധനയും. സ്തോത്രം. ആരാധന അവർക്കുള്ളതാണ്. സർവീസ് ആരാധന അവർക്കുള്ളതാണ്. ഈ ആരാധന എന്ന് പറയുന്നത് ലേവ്യ പുസ്തകത്തിലുള്ള 5 യാഗങ്ങൾ ഉൾപ്പെടെ സ്തോത്രം സമാഗമന കൂടാരത്തിലുള്ളതായ അതേ സർവീസ്, സമാഗമന കൂടാരത്തിലുള്ള ശുശ്രൂഷകൾ. സ്തോത്രം. ഈ ജനത്തിന് സർവീസ് അഥവാ ശുശ്രൂഷകളുള്ളതാണ്. ഈ സകല ശുശ്രൂഷകളും സ്തോത്രം വിരൽ ചൂണ്ടുന്നത് യേശു കർത്താവിൻ്റെ യാഗത്തിലേക്കാണ്. ഒരിക്കൽ കൂടെ, സമാഗമന കൂടാരത്തിൽ നടന്നതായ സകല ശുശ്രൂഷകളും വിരൽ ചൂണ്ടുന്നത് യേശു കർത്താവിൻ്റെ പരമയാഗത്തിലേക്കാണ്. കേട്ടവർ ആമേൻ പറഞ്ഞേ. സ്തോത്രം. അതുകൊണ്ട് ഈ ജനത്തിന് എന്താ ഉള്ളത്? ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ശുശ്രൂഷയുണ്ട് അഥവാ ആരാധനയുണ്ട്. 2 പേരെ തൊട്ട് പറഞ്ഞാട്ടെ, നമുക്ക് ആരാധനയുണ്ട്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ആരാധനയുണ്ട്. തീർന്നില്ല, അവർക്ക് വാഗ്ദത്തങ്ങളുണ്ട്. അബ്രഹാമിനോട് പറഞ്ഞ വാഗ്ദത്തം, മോശയിലോട് പറഞ്ഞ 100 കണക്കിന് വാഗ്ദത്തം, ദാവീദിനോട് പറഞ്ഞ വാഗ്ദത്തം, അവരെക്കുറിച്ച്, അവരുടെ സന്താനത്തെക്കുറിച്ച്, ജനിച്ച തലമുറയെക്കുറിച്ച്, ജനിപ്പാൻ ഇരിക്കുന്ന തലമുറയെക്കുറിച്ചുള്ള വാഗ്ദത്തം. ഞാൻ ഒരു കാര്യം പറയട്ടെ, വളരെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതിയെടുത്തോ. 100 കണക്കിന് പ്രാവശ്യം കേട്ടിട്ടുള്ളതാണ്, വാഗ്ദത്തങ്ങൾ നശിക്കുന്നില്ല, വാഗ്ദത്തങ്ങൾക്ക് മരണമില്ല. വാഗ്ദത്തം പറഞ്ഞ ദൈവദാസന്മാർ മരിച്ചാലും വാഗ്ദത്തം ഒരിക്കലും മരിക്കുന്നില്ല. 2 കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായം 20-21 വാക്യങ്ങൾ പറയുന്നു, വാഗ്ദത്തങ്ങൾ മുഴുവൻ ക്രിസ്തു യേശുവിൽ ആമേൻ എന്ന് ആകുന്നു. സ്തോത്രം. വാഗ്ദത്തം കേട്ടവർ കരങ്ങൾ ഉയർത്തിയാട്ടെ. യെസ്, ആ വാഗ്ദത്തങ്ങൾ സ്തോത്രം ദൈവം അരുളി ചെയ്തെങ്കിൽ, വാഗ്ദത്തം ദൈവം പറഞ്ഞെങ്കിൽ, ആ വാഗ്ദത്തത്തിൽ എത്തുവാൻ ഹൈവേ പണിയുവാനും ശക്തനാണ് ദൈവം. അർത്ഥം, വാഗ്ദത്തം ദൈവം പറഞ്ഞു എങ്കിൽ ആ വാഗ്ദത്തത്തിൽ എത്തിക്കുന്നവനാണ് കർത്താവ്. സോ ദൈവത്താൽ പ്രീഡെസ്റ്റിൻ ചെയ്യപ്പെട്ടതായ ദൈവജനമാണ്. അവർക്ക് സ്തോത്രം വാഗ്ദത്തമുണ്ട്. സ്തോത്രം. 8-ാമതായി പറയട്ടെ, അവർക്ക് എന്താണുള്ളത്? അതെ, അടുത്ത വാക്യത്തിൽ റോമാലേഖനം 3-ാം അധ്യായം സ്തോത്രം 5-ാം വാക്യം വായിക്കുമ്പോൾ അവർക്ക് പിതാക്കന്മാരുണ്ട്. പാട്രിയോട്സ്, പിതാക്കന്മാർ. സ്തോത്രം. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. അവർക്ക് എന്താ ഉള്ളത്? അവർക്ക് പിതാക്കന്മാരുണ്ട്. സ്തോത്രം. അവർക്കുള്ളത് പിതാക്കന്മാരുണ്ട്. ഹല്ലേലൂയ. പുതിയ നിയമം പിതാവിൻ്റെ അനുഗ്രഹം, അബ്രഹാമിൻ്റെ അനുഗ്രഹം പുറജാതികൾക്ക് ക്രിസ്തു യേശു നിമിത്തം ലഭിച്ചിരിക്കുന്നു. സ്തോത്രം. 8-ാമത് അവർക്ക് പിതാക്കന്മാരുണ്ട്. 9-ാമത് ഒടുവിലായി അവർക്കുള്ളത് എന്താണ്? ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. അർത്ഥം, 9-ാമതുള്ളത് അവർക്ക് മെശിഹായുണ്ട്. 9-ാമത് അവർക്കുള്ളത്, അവരിൽ നിന്നാണ് മെശിഹ ജനിച്ചത്. ഈ 9 കാര്യവും ആർക്കുണ്ട്? സഭയ്ക്കുമുണ്ട്. കാരണം യഹൂദൻ എങ്ങനെയാണോ പ്രീഡെസ്റ്റിൻ ചെയ്തത്, യഹൂദനെ എങ്ങനെയാണോ മുൻകൂട്ടി സ്തോത്രം തിരഞ്ഞെടുത്തത്, മുൻ നിർണയിച്ചത് യഹൂദനെ മുൻ നിർണയിച്ചതുപോലെ ക്രിസ്തുവിൽ ലോകസ്ഥാപനത്തിന് മുൻപേ നിന്നെ മുൻ നിർണയിച്ചിരിക്കുന്നു. ആ 9 കാര്യം ഒരിക്കൽ കൂടെ പറഞ്ഞേ. ഇസ്രായേൽ. സ്തോത്രം. അതേ, ഇസ്രായേൽ. 2 പുത്രത്വം, 3 ദൈവമഹത്വം, 4 ഉടമ്പടികൾ, 5 സ്തോത്രം അതേ ന്യായപ്രമാണം, 6 ആരാധന, 7 വാഗ്ദത്തം, 8 പിതാക്കന്മാർ, 9 മെശിഹ. സ്തോത്രം. അതേ, മുൻ നിർണയിച്ചവനാണ്. 9 കാര്യം അവർക്കുണ്ട്. സഹോദരന്മാരെ കണ്ണു തുറന്ന് നിങ്ങൾക്ക് വളരെ കൃത്യമായി ഞാൻ പറയട്ടെ, 9 കാര്യങ്ങൾ അവർക്കുണ്ട്. 9 എന്ന് പറയുന്നത് നിറവിൻ്റെ സംഖ്യയാണ്. 9 എന്ന് പറയുന്നത് നിറവിൻ്റെ സംഖ്യയാണ്. കർത്താവ് പ്രീഡെസ്റ്റിൻ ചെയ്ത് കഴിഞ്ഞാൽ, കർത്താവ് നിങ്ങളെ മുൻ നിർണയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിങ്ങൾക്ക് ശൂന്യതയില്ല. പിന്നെ നിങ്ങൾ നിറഞ്ഞവരാണ്. കരങ്ങളെ ഉയർത്തി ശക്തിയോടെ ഹല്ലേലൂയ പറഞ്ഞേ. കർത്താവ് നിങ്ങളെ പ്രീഡെസ്റ്റിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും സ്തോത്രം നിങ്ങൾ ഒഴിഞ്ഞവരല്ല, പകരം ദൈവത്തിൻ്റെ കൃപയാൽ നിങ്ങൾ നിറഞ്ഞവരാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം. നമ്പർ 1, പ്രീഡെസ്റ്റിൻ ചെയ്തവൻ, അവർ ചോസൻ പീപ്പിളാണ്, അവർ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. 2 പേരെ തൊട്ട് പറഞ്ഞ, ദൈവം എന്നെ തിരഞ്ഞെടുത്തു. 9 കാര്യങ്ങൾ നിങ്ങളിലുണ്ട്. ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു. 9 കാര്യം നിങ്ങൾക്കുണ്ട്. തലയ്ക്കകത്ത് കയറിയോ, ഹൃദയത്തിനകത്ത് പ്രാപിച്ചോ? സ്തോത്രം. അതെ, ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തു. ഈ 9 കാര്യം നിങ്ങൾക്കുണ്ട്. 9ൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നിറവാണ്. ഒഴിഞ്ഞ് ജീവിക്കാനല്ല ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തത്, നിറഞ്ഞ് ജീവിപ്പാനായി ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദാറ്റ്സ് എ റെവലേഷൻ. അതാണ് അതിൻ്റെ വെളിപ്പാട്. ദൈവം നിങ്ങളെ മുൻനിർണയിച്ചത് ഒഴിഞ്ഞ് ജീവിക്കാനല്ല, നിറഞ്ഞ് ജീവിപ്പാൻ. 2 കാര്യങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയുന്നു. ഒരിക്കൽ കൂടെ
ശബ്ദമുയർത്തി ആരോഗ്യത്തോടെ. കാരണം നിങ്ങൾ പ്രീഡെസ്റ്റിൻഡ് ആണ്. നിങ്ങൾ മുൻ നിർണയിച്ചിരിക്കുന്ന മേലാർ നിങ്ങളുടെ ലൈഫ് ഒഴിഞ്ഞതല്ല, നിങ്ങൾ നിറഞ്ഞവരാണ്. നല്ലൊരു ഭർത്താവ് ഉണ്ടായിരിക്കും, പുള്ളി നിത്യതയിൽ ചേർക്കപ്പെട്ടു. നല്ലൊരു മകനുണ്ടായിരിക്കും, അവനും നിത്യതയിൽ ചേർക്കപ്പെട്ടു എന്ന് വിചാരിച്ച് റാണി ആൻറ്റി ഒഴിഞ്ഞില്ല. കാരണം എന്താ? മനുഷ്യൻ ഇട്ടിട്ട് പോയതായ ഒഴിവുകളിൽ വന്ന് നിറയ്ക്കുന്നതായ ഒരു നിറവിൻ്റെ കർത്താവുണ്ട്. കമാൻ 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 കമാൻ. എത്രയൊക്കെ മനസ്സിലാക്കുന്നു? ഏറ്റെടുത്തേ. പ്രീഡെസ്റ്റിൻഡ്. യെസ് യെസ് യെസ്. ഒഴിഞ്ഞ് ജീവിക്കത്തില്ല. നിറയട്ടെ, നിറയും. തിരുവചനം പറയുന്നു, സകലത്തിന് തന്നെ നിറവിനാൽ നിറയ്ക്കുന്നവനാണ് കർത്താവ്. സകലത്തിന് തൻ്റെ നിറവിനാൽ നിറയ്ക്കുന്നവനാണ് കർത്താവ്. അടുത്തിരിക്കുന്ന ഹൈഫൈ കൊടുത്ത് പറ, എനിക്ക് ഒഴിയാൻ കഴിയത്തില്ല, എനിക്ക് ഒഴിയാൻ കഴിയത്തില്ല. അയ്യോ, അവരുണ്ടായിരുന്നെങ്കിൽ, ഇവരുണ്ടായിരുന്നെങ്കിൽ, മറ്റവരുണ്ടായിരുന്നെങ്കിൽ. നോ, ആരുമില്ലെങ്കിലും നിന്നെ അത് ബാധിക്കത്തില്ല. അഹങ്കാരമല്ല പഠിപ്പിക്കുന്നത്, അവകാശമാണ് പറഞ്ഞു തരുന്നത്. അഹങ്കാരമല്ല, നിന്റെ അവകാശമാണ്. പ്രീഡെസ്റ്റിൻഡ്. നിന്നെ മുൻനിർണയിച്ചു. അതുകൊണ്ട് അവര് പോയി മറ്റേതൊന്നും നോ ബാധിക്കത്തില്ല. സ്തോത്രം. കാരണം നിറഞ്ഞ ഒരു കർത്താവുണ്ട്. ഹല്ലേലൂയ. ലോകത്തിൽ കാണുന്ന ഈ നിൽക്കുന്ന സൂര്യൻ അസ്തമിക്കും. ഒരു 5 മണിക്കൂർ കഴിയുമ്പോൾ സൂര്യൻ പറയും ബൈ, നാളെ കാണാം, ഗുഡ് നൈറ്റ്. സൂര്യൻ അസ്തമിക്കും, ചന്ദ്രനും അസ്തമിക്കും. പക്ഷേ എനിക്കൊരു നീതി സൂര്യനുണ്ട്, നിനക്കൊരു നീതി സൂര്യനുണ്ട്. അവനൊരിക്കലും അസ്തമിക്കത്തില്ല. ധൈര്യമായിരിക്കുക. അയ്യോ, അവർ പോയാൽ എന്ത് ചെയ്യും, ഇവർ പോയാൽ എന്ത് ചെയ്യും, അങ്ങനെ സംഭവിച്ചാൽ എന്ത് ചെയ്യും, പെൻഷൻ പറ്റിയാൽ എന്ത് ചെയ്യും, വരുമാനം നിന്നാൽ എന്ത് ചെയ്യും. കുറച്ചുകൂടെ നന്നായി നീ ജീവിക്കും, കുറച്ചുകൂടെ നന്നായി. കാരണം നിന്റെ സോഴ്സ് വരുന്ന ബോസിൽ നിന്നല്ല, സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് അല്ല നിനക്ക് തരുന്നത്. അവരെല്ലാം എണ്ണി തരും, ദൈവം എണ്ണാതെ തരും. നിറവ്. ക്രിസ്തുവിലൊരു നിറഞ്ഞ ജീവിതമുണ്ട്. സ്തോത്രം. ഒഴിഞ്ഞല്ല ജീവിക്കുന്നത്. 9 കാര്യങ്ങൾ ഇസ്രായേലിനുണ്ടെങ്കിൽ സഭയ്ക്കുമുണ്ട്. കോമൺ ആണ് ഈ 2 കാര്യങ്ങളും. സ്തോത്രം. കോമൺ ആണ്. ഇത് പൊതുവാണ്. യഹൂദന് മാത്രമല്ല ഉള്ളത്, സഭയ്ക്കുള്ളതാണ് ഈ 9 കാര്യങ്ങൾ. ഓ, ആരോട് പറയാൻ മകളെ? ഈ 4 പോയിന്റിൽ 4 കാര്യങ്ങൾ ഇങ്ങനെ വന്നിരുന്നേ പറ്റത്തുള്ളൂ. സിമ്പിളല്ല അത് കർത്താവ് തരുന്നത്. ഇത് പാൽ വിളമ്പാനല്ല ദൈവം എനിക്ക് തന്നത്, അപ്പവുമല്ല, കട്ടിയായ ആഹാരമാണ്. ദേഷ്യമുള്ളവർ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. കുറച്ച് പേർക്ക് ദേഷ്യമുണ്ട്. സുസ്യമേ എന്നെ കണ്ടിട്ട് വേണേ. സ്തോത്രം. അതെ, സന്തോഷമുള്ള 2 കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. കട്ടിയായ ആഹാരം. യെസ്, പ്രീഡെസ്റ്റിൻഡ്. ദൈവം എന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം എന്നെ തിരഞ്ഞെടുത്തത് നാണം കെട്ട് ജീവിക്കാനല്ല. ദൈവം എന്നെ തിരഞ്ഞെടുത്തത് ഒഴിഞ്ഞ് ജീവിക്കാനല്ല. ദൈവം എന്നെ തിരഞ്ഞെടുത്തത് നിറഞ്ഞ് ജീവിക്കാനാണ്. നിറവാണ് ജീവിതം. ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറട്ടെ. വിശ്വസിക്കുന്ന മേൽ വ്യാപരിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി ആ വിശ്വാസത്തിൻ്റെ ട്രാക്കുകൾ പണിയുകയാണ് ഇന്ന് മുതൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഹല്ലേലൂയ. ഒഴിഞ്ഞല്ല ജീവിക്കുന്നത്. ഇസ്രായേൽ പ്രിവെയിൽ. ഞാൻ നിലനിൽക്കും. വേറെയുള്ളവൻ്റെ പൊളിഞ്ഞവൻ്റെ കേസ് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാതെ. അവൻ പൊളിഞ്ഞു കാണാം, മറ്റവർ പിന്മാറി കാണാം. നോ, ആ ലിസ്റ്റിൽ എൻ്റെ പേര് ഇല്ല. കാരണം ഞാൻ നിന്നതല്ല, എന്നെ നിർത്തുന്ന ഒരു കർത്താവുണ്ട്. എന്നെ ദൈവം നിർത്തിയിരിക്കുന്നത് പഴത്തൊലിയുടെ മേൽ, വഴുവഴുപ്പിലല്ല നിർത്തിയിരിക്കുന്നത്. എന്നെ ദൈവം ക്രിസ്തുവാം പാറമേൽ. കമാൺ. ക്രിസ്തുവാം പാറമേൽ എന്നെ നിർത്തിയിരിക്കുകയാണ്. ഇസ്രായേൽ പ്രിവെയിൽ. 2 ഞാൻ സ്തോത്രം അറ്റാക്കിനുള്ളതല്ല. ആ പിശാച് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ആ തലവേദന എൻ്റെ തലയിൽ കയറി. ഞാൻ അവർക്ക് പനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് ജ്വരം വന്നു. ഞാൻ അവരുടെ തലവേദനയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എൻ്റെ മുടിയെല്ലാം പൊഴിഞ്ഞ് കഷണ്ടി ആയിപ്പോയി. നോ 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 നോ. നീ അറ്റാക്കിന് വേണ്ടിയല്ല വിളിച്ചിരിക്കുന്നത്, നീ ദൈവത്തിൻ്റെ പുത്രനാണ്. ഫറവോനെ, നീ എൻ്റെ പുത്രനെ തൊട്ടാൽ ഞാൻ നിൻ്റെ പുത്രനെ തൊടും. യേശുവിൻ്റെ നാമത്തിൽ. എൻ്റെ കയ്യിലിരിക്കുന്ന തിരിച്ചടി പുസ്തകമല്ല, ഇത് ജയത്തിൻ്റെ പുസ്തകമാണ്. രാവിലെ എഴുന്നേറ്റപ്പോൾ ഇവിടെ ഒരു പോരാട്ടം. സ്തോത്രം. ഉണക്കമീനെ കൊണ്ട് പൂച്ച അടിക്കല്ല, പട്ടി കൂടെ വന്ന് കടിക്കും. സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ മഹത്വത്തിൽ ജീവിച്ചാട്ടെ. ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ. ഇത് സ്തോത്രം. തോറ്റല്ല. ഞാൻ പറയട്ടെ, തിരുവനന്തപുരത്തെ അല്ല, ഇന്ത്യയിലെ മുഴുവൻ മന്ത്രവാദി നിനക്കെതിരെ കൺവെൻഷൻ നടത്തിയാലും നിന്റെ വശത്ത് 1000 പേര്, നിന്റെ വലതുവശത്ത് 10,000 പേര് വീഴും.
കമാൻ, കരങ്ങൾ അടിച്ച് അന്യഭാഷകളിൽ ശക്തിയോടെ അല്പനേരം ജനം ആരാധിച്ച് ബലപ്പെടട്ടെ. ഹല്ലേലൂയ. കാരണം ദൈവം നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ദൈവം നിന്നെ നിറച്ചിരിക്കുന്നു. താഴേക്ക് വായിക്കുക. പിതാക്കന്മാരും അവർക്കുള്ള ജഡപ്രകാരം ക്രിസ്തു അവരിൽ നിന്നുള്ള ഉത്ഭവിച്ചത്. 6-ാമത്തെ വാക്യം, ദൈവവചനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവനെല്ലാം ഇസ്രായേലിയരെന്നും അബ്രഹാമിൻ്റെ സന്തതിയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. ഓഹോ, അബ്രഹാമിൽ നിന്ന് ഉത്ഭവിച്ചാൽ എല്ലാവരും സന്തതി എന്ന് വരത്തില്ലെന്ന് നിങ്ങൾ കേട്ടോ. അബ്രഹാമിൽ നിന്ന് ഉത്ഭവിച്ച എല്ലാം സന്തതി എന്ന് വരത്തില്ലെന്ന്, ഒരുത്തനെ വരത്തുള്ളൂ എന്ന്. കാരണം അബ്രഹാമിൻ്റെ പല ഭാര്യമാരുണ്ടായിരുന്നു. കദൂറ, വേറെ എന്തൊക്കെ ഉണ്ടായിരുന്നു. സ്തോത്രം. ഹാഗർ വന്ന് കയറി, ബൈ ചാൻസ് പ്രശ്നം കണ്ട് ഓടിപ്പോയപ്പോഴേക്കും വലിയ പ്രശ്നത്തിൽ അബ്രഹാം ചെന്ന് കയറി. ഓ കമാൺ, പ്രശ്നം കണ്ട് ഓടിപ്പോയപ്പോൾ അബ്രഹാം വലിയ പ്രശ്നത്തിൽ ചെന്ന് കയറി. പുസ്തകം വായിക്കും, എന്നാലല്ലേ അതിന് സ്തോത്രം പറയാൻ പറ്റത്തുള്ളൂ. ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ എന്ന ഭാവത്തിലാണ് ചിലർ ഇരിക്കുന്നത്. ക്ഷാമം വന്നപ്പോഴേക്കും സ്തോത്രം അബ്രഹാം ഈജിപ്തിലേക്ക് ഓടിപ്പോയി. പ്രശ്നം കണ്ടിട്ട് ഓടിപ്പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സ്തോത്രം വിടാതെ. അവിടുത്തെ ചർച്ചിൽ വലിയ പ്രശ്നമായിരുന്നു ബ്രദർ, അതുകൊണ്ടാണ് ഇവിടേക്ക് ഓടി വന്നത്. ഇവിടെ അതിനേക്കാൾ വലിയ പ്രശ്നമുണ്ട് കുട്ടി. റിയലി പ്രശ്നം കണ്ടിട്ടല്ല നീ ഓടിപ്പോകേണ്ടത്. യേശുവിൻ്റെ നാമത്തിൽ തിരിഞ്ഞു നിൽക്ക്. പ്രശ്നം നിന്നെ വിട്ട് ഓടിപ്പോകണം. ഹല്ലേലൂയ. അബ്രഹാം ക്ഷാമം കണ്ടിട്ട് ഓടിപ്പോയി. അപ്പോഴേക്കും ഹാഗർ എന്ന് പറയുന്ന ഒരു പെണ്ണ് വന്നു. അമ്മാമ്മ പറഞ്ഞു, ദൈവത്തെ നമുക്കൊന്ന് സഹായിക്കാം. ആരാ? സാറാമ്മച്ചി പറഞ്ഞു, ദൈവത്തെ നമുക്കൊന്ന് സഹായിക്കാം. ദൈവത്തെ നീ സഹായിക്കണ്ട. വാഗ്ദത്തം നിറവേറാൻ നീ തള്ളിൻ്റെ കൂടെ ഒരു ഉന്തം നീ ചെയ്യല്ല, ശരിയാകത്തില്ല. 3-ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ കുറേ റോസാപ്പൂ ഉണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് അത് വിടരുന്നില്ല. ഞാൻ വിചാരിച്ച പോലെ വിടരുന്നില്ല. ഞാനൊന്ന് സഹായിച്ചു, റോസാ മുട്ടിനെ ഒന്ന് സഹായിച്ചു പെട്ടെന്ന് വിടരാൻ. ബാക്കി നിങ്ങൾക്കറിയാം. ഹത്ത ഹോകയ. സോ ഇതുപോലെ ദൈവത്തെ സഹായിക്കല്ലേ. വാഗ്ദത്തം പറഞ്ഞവനായ ദൈവം തക്ക സമയത്ത് അമ്മച്ചി പറഞ്ഞു, ദൂത് കിടക്കുകയല്ലേ, തള്ളിൻ്റെ കൂടെ ഒരു ഉന്തും ഇരിക്കട്ടെ. സ്തോത്രം. 200 ഹമാസ് പോരാളികൾ അതുകൊണ്ട് ഇപ്പോഴും ഗുഹയിലിരിക്കുന്നെന്ന്. അമ്മച്ചിയുടെ തള്ള ഇപ്പോഴും തള്ളിയത് മാറിയില്ല. സ്തോത്രം. നിന്റെ കയ്യിലിരിക്കുന്നതായ ആയുധം ജഡത്തിൻ്റെതാണെങ്കിൽ നീ ജഡീകയാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് ആത്മാവിൻ്റെ ആയുധമാണെങ്കിൽ നിങ്ങൾ ആത്മീയരാണ്. നിന്റെ കയ്യിലിരിപ്പ് കണ്ടിട്ട് ഞാൻ പറയും, നീ ജഡീകരാണോ, നിങ്ങൾ ആത്മീയരാണോ? നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകരല്ല. കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. പ്രശ്നം കണ്ടിട്ട് സ്തോത്രം, യേശുവിൻ്റെ നാമത്തിൽ പ്രശ്നം കണ്ടിട്ട് അബ്രഹാം ഓടിപ്പോയി. വലിയ പ്രശ്നത്തിൽ ചെന്ന് കയറി. ഇസ്മായിൽ ജനിച്ചു, പക്ഷേ ഇസ്മായിൽ അല്ല സന്തതി. നമുക്ക് പുസ്തകം കൃത്യമായി പറയുന്നു. സ്തോത്രം. നോക്ക് 7-ാം വാക്യം, എല്ലാം ഇസ്രായേലിനെന്നും അബ്രഹാമിൻ്റെ സന്തതിയാൽ എല്ലാവരും മക്കളൊന്നും വരികയില്ല. എല്ലാവരും മക്കളെന്ന് വരികയില്ല. ഇസഹാക്കിൽ നിന്ന് ജനിക്കുന്നവർ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ. അപ്പോൾ ഇസഹാക്ക് അർത്ഥം സ്തോത്രം ചോസൻ, ഒരുത്തനേ ഉള്ളൂ. ചോസൻ അതിൻ്റെ അർത്ഥവും ജനപ്രകാരം ജനിച്ച മക്കൾ അല്ല, ദൈവത്തിൻ്റെ മക്കൾ. വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളത്രേ സന്തതി എന്ന് എണ്ണുന്നു. നമ്മൾ വായിച്ചിട്ടില്ലല്ലോ, വീട്ടിൽ പോയി വായിക്കാറില്ല. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് വായിക്കാം. സ്തോത്രം. ശബ്ദം ഉയർത്തി വായിച്ചു 9-ാം വാക്യം മുതൽ. ഏതായാലും വീട്ടിലോ വായന നടക്കുന്നില്ല. ഉപവാസ പ്രാർത്ഥനയുടെ 2-ാമത്തെ ദിവസം വായന നടക്കട്ടെ. അറ്റ്ലീസ്റ്റ് ഒരു അധ്യായമെങ്കിലും നമുക്ക് വായിച്ചു എന്ന തൃപ്തിയോടെ ഇന്ന് രാത്രി ഉറങ്ങണം. 9-ാം വാക്യം. സ്തോത്രം. ശബ്ദം ഉയർത്തി വായിച്ച് റെഡി 1 2 3. ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറയ്ക്ക് ഒരു മകൻ, മക്കൾ എന്നല്ല പറഞ്ഞത്, ഒരു മകൻ ഉണ്ടാകും. സ്തോത്രം. സിംഗുലർ എന്നല്ലോ വാഗ്ദത്ത വചനം. അത്രയുമല്ല, റബേക്കയും നമ്മുടെ പിതാവായ ഇസഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. ഓ, ഏകനാൽ. അപ്പോൾ ഇസഹാക്ക് ഏകനായിരുന്നു, റബേക്കയ്ക്കുണ്ടായ കൊച്ചും ഏകനായിരുന്നു. ഓക്കെ. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിന് പ്രകാരമുള്ള ദൈവനിർണയം പ്രവർത്തികൾ നിമിത്തമല്ല,
വിളിച്ചവൻ്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവളോട് അരുളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ആകയാൽ നാം എന്ത് പറയണ്ടു? ദൈവത്തിൻ്റെ പക്കൽ അനീതിയുണ്ടോ? ഒരു നാളും ഇല്ല. കേക്ക്, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാണ്ട്. പ്രീഡെസ്റ്റൈൻ, ദൈവം തീരുമാനിച്ചു. അബ്രഹാമിന് പല ഭാര്യമാരുണ്ടായിരുന്നു. അബ്രഹാമിന് ഇഷ്മായേൽ ഉൾപ്പെടെ സ്തോത്രം മക്കളുണ്ടായിരിക്കാം. പക്ഷേ വാഗ്ദത്ത സന്തതി ഇസഹാക്കാണ്. യേശുവിൻ്റെ നാമത്തിൽ സ്തോത്രം. വാഗ്ദത്ത സന്തതി ഇസഹാക്കാണ്. അർത്ഥം സ്തോത്രം, ബാക്കിയുള്ളവനെ തള്ളി, ബാക്കിയുള്ളവനെ അതേ നരകത്തിലേക്ക് തള്ളിയിട്ട് ഒരുത്തനെ മാത്രം സ്വർഗത്തിൽ കൊണ്ടുപോയി എന്നാണോ? നോ 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 നോ. സ്തോത്രം. ദൈവം ഒരുത്തനെ പരിഗണിച്ചെങ്കിലും മറ്റുള്ളവരെ അവഗണിച്ചില്ല. ഡീപ്പാ ഒരിക്കൽ കൂടെ, ദൈവം ഒരുത്തനെ പരിഗണിച്ചുവെങ്കിലും മറ്റുള്ളവരെ അവഗണിച്ചില്ല. സ്തോത്രം. ഒരുത്തൻ ഇസഹാക്കിനെ പരിഗണിച്ചുള്ളൂ എന്ന് വിചാരിച്ചു വേറൊരുത്തനെ അവഗണിച്ചില്ല. അങ്ങനെയെങ്കിൽ ദൈവം അനീതിയുള്ളവനായിരിക്കും. തമിഴ്നാട്ടിക്ക് പുരിയല്ലേ? സ്തോത്രം. ഞാൻ சொல்லட்டுமா? ഓക്കെ, ഒരുത്തനെ പരിഗണിച്ചല്ലോ, ഒരാളിനെ ചൂസ് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവനെ നെഗ്ലക്ട് ചെയ്തില്ലെന്ന്. ഓ കമാൺ. ഒരാളിനെ ചൂസ് ചെയ്തുള്ളൂ, ബാക്കിയുള്ളവനെ നെഗ്ലക്റ്റ് ചെയ്തില്ല. സ്തോത്രം. ദൈവം അവനെ മാനിക്കേണ്ട ക്രമത്തിൽ, പക്ഷെ ഒരുത്തനെ മാത്രമാണ് ദൈവം തൻ്റെ പദ്ധതിക്കായി തിരഞ്ഞെടുത്തത്. അടുത്ത ജനറേഷൻ വന്നപ്പോൾ ഇസഹാക്ക്, സ്തോത്രം, അതെ, അടുത്ത ജനറേഷൻ വന്നപ്പോൾ റെബേക്കയുടെ കാര്യത്തിൽ സ്തോത്രം, അതെ, അവൾ പ്രസവിച്ചതിന് ശേഷമല്ല യുദ്ധം, പ്രസവിക്കുന്നതിന് മുൻപേ യുദ്ധം ഉണ്ടായി. അല്ലെങ്കിൽ പിള്ളേർ തമ്മിൽ തിക്കി. വീട്ടിൽ പോയി വായിച്ചു നോക്ക്, പുറപ്പാട് പുസ്തകം 25-ാം അധ്യായം. ഇഷ്മായേൽ ജനിച്ചു. അത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇസഹാക്ക് ജനിച്ചു. ജനിച്ചതിന് ശേഷമായിരുന്നു അവിടെ പോരാട്ടം ഉണ്ടായ. പോരാട്ടം മീൻസ് സ്തോത്രം, ജഡത്തിൻ്റെ സന്തതി വാഗ്ദത്ത സന്തതിയെ അസഹ്യപ്പെടുത്തി. അടുത്തിരിക്കുന്നവർ നോക്കി പറയും, ആരെയും ചൊറിയല്ല പറഞ്ഞാട്ടെ. മറ്റുള്ളവരെ ചൊറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ മനസ്സിലാക്കണം അത് ജഡത്തിൻ്റെ സന്തതിയാണ്. കയ്യോർത്തണ്ട, കേട്ടിരുന്നാൽ മതി. മറ്റുള്ളവനെ ചൊറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരായിരിക്കും? സ്തോത്രം, അവൻ ജഡത്തിൻ്റെ സന്തതിയായിരിക്കും. പക്ഷെ വാഗ്ദത്ത സന്തതി മറ്റുള്ളവനെ ചൊറിയുന്നവനല്ല, മറ്റുള്ളവൻ്റെ ചിരിയിലേക്ക് നടത്തുന്നവനാണ്. ആശ്വാസമായിരിക്കും. ഇസഹാക്ക് എന്ന് പറഞ്ഞാൽ ചിരി. എല്ലാവരും ഒന്ന് ചിരിച്ച്, പല്ലിയേച്ചവർ മാത്രം ചിരിച്ചാട്ടെ. ഓ, പല്ലിയേക്കേണ്ട ബ്രദർ ഉപവാസമാണോ? ചിരിച്ചില്ല. സ്തോത്രം. ഇസഹാക്ക് എന്ന് പറഞ്ഞാൽ ആശ്വാസമാണ്, ചിരിയാണ്. സ്തോത്രം. പക്ഷേ ഇഷ്മായേൽ അവനെ ശല്യപ്പെടുത്തി. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു, ശല്യക്കാരനെ പുറത്താക്കുക. അപ്പോൾ സാത്താൻ പറഞ്ഞു, പുറത്ത് വന്നപ്പോഴല്ലേ അടിക്കുന്നത് ദൈവം കണ്ടത്, അതുകൊണ്ട് അടുത്ത ജനറേഷൻ ആകുമ്പോൾ അകത്ത് കിടന്നേ നമുക്ക് അടി തുടങ്ങാം. ഏശാവും യാക്കോബും അമ്മയുടെ ഗർഭത്തിനകത്ത് സ്തോത്രം തിക്കി. അവള് ദൈവത്തോട് ചോദിക്കാൻ പോയി. ആര്? റബേക്ക. ഒത്തിരി ഗർഭിണിമാർ നാട്ടിലുണ്ട്, വേറെ ആർക്കും ഇല്ലാത്ത പോരാട്ടം എൻ്റെ അകത്തുണ്ടെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, അത് പേഴ്സണൽ അല്ല, അത് നാഷണലാണ്. അത് പേഴ്സണലി നീ എടുക്കാതെ, ഈ യുദ്ധം നാഷണലാണ്. കമാൻ. അപ്പച്ചാ, ഇങ്ങനെ ഈ ജനത്തെ ഒന്ന് മനസ്സിലാക്കി കിടക്ക. പല പോരാട്ടങ്ങൾ നിനക്ക് നേരെ വരുന്ന പേഴ്സണൽ അല്ല, നിന്നെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു പദ്ധതിയുണ്ട്, നാഷണലാണ്. വേറെ ആർക്കുമില്ലാത്ത അൺകോമൺ ഗ്ലോറി, അൺകോമൺ അനോയിന്റിങ്, അൺകോമൺ നിയോഗത്തിൽ നീ ചുമക്കുന്നത് കാണുമ്പോൾ മറ്റവന് ചൊറിയും. പേഴ്സണൽ അല്ല, നീ കിങ്ഡത്തിൽ നിനക്കൊരു അസൈൻമെന്റ് ഉള്ളത് കൊണ്ട്, ദൈവരാജ്യത്തിന് നിനക്കൊരു അസൈൻമെന്റ് ഉള്ളത് കൊണ്ട്, നിന്റെ അകത്തുള്ള കർത്താവിനെ കാണുമ്പോൾ മറ്റവന്റെ അകത്തിരിക്കുന്ന ഭൂതം നിന്നെ ചൊറിയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ജയമെടുക്കുന്നു. തൊട്ടുപോകൽ പിശാച്. ഈ ജനത്തെ യേശുവിൻ്റെ രക്തത്തിൻ്റെ മറവിൽ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിഴലിൽ, മഹത്വത്തിൻ്റെ നിഴലിൽ ഞാൻ പൊതിക്കുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്. കവറിംഗ്, കെയറിംഗ്, കവറിംഗ്, കെയറിംഗ്, കവറിംഗ്, കെയറിംഗ്. കമാൻ, കരങ്ങളെ അടിച്ചാരാധിക്കും. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം 23-ാം വാക്യം. റബേക്കയുടെ ചോദ്യവും കർത്താവിൻ്റെ ഉത്തരവും. റബേക്കയ്ക്ക് ചോദ്യമുണ്ടെങ്കിൽ കർത്താവിന് ഉത്തരമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 25-23. അബിയേ, സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 25-23. യഹോവ അവളോട് 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ തന്നെ പിരിയും, ഒരു വംശം മറ്റേതിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും. ഓ ഗ്ലോറി. നമുക്കിത് പറഞ്ഞങ്ങ് നിർത്താം, കാരണം സ്തോത്രം ബാക്കി ഇവനെയും തുടരും. ഞാൻ പറയട്ടെ, ദൂതിൻ്റെ നീളമല്ല, ആഴത്തിനായി സ്തോത്രം.
ഹല്ലേലൂയ. അർത്ഥം സ്തോത്രം. ഞാൻ വ്യാഖ്യാനിക്കുന്ന മുമ്പ് കർത്താവ് നിങ്ങളെ തൊടാൻ ധൃതി കാണിക്കുന്നത് ഞാൻ കാണുന്നു. ഓ കർത്താവ് നിങ്ങളെ തൊടാൻ ധൃതി കൊടുത്താൽ ഞാൻ കാണുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഈ തലമുറയിൽ നിങ്ങളൊരു സർപ്രൈസ് ആയിരിക്കും. ഈ പിള്ളേർ തമ്മിൽ ഉള്ളിൽ തിക്കിയപ്പോൾ പുറമേ ചിരിക്കുന്നു, നടക്കുന്നു, കഴിക്കുന്നു, പക്ഷേ അകത്ത് സ്തോത്രം ഒരു യുദ്ധം നടക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ കാണാത്ത മണ്ഡലത്തിൽ യുദ്ധത്തിൽ നിന്നാണ് ഈ രണ്ടാമത്തെ ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്കാരോ ഇറങ്ങി വന്നത്. ഒരു യുദ്ധം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ യുദ്ധം കണ്ടിട്ടാണ് നിങ്ങൾ ഇറങ്ങി വന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചിലർ കുടുംബങ്ങൾ ജീവിക്കുന്നത് യുദ്ധത്തിലാണ്. എന്നാൽ ദൈവം ആർക്കും കടക്കാരനല്ല. എന്നാൽ യുദ്ധം നിൻ്റെതല്ല, യുദ്ധം ദൈവത്തിൻ്റെതാണ്. അതുകൊണ്ട് കർത്താവ് പറഞ്ഞു സ്തോത്രം, ഇത് പേഴ്സണൽ അല്ല, ഇത് നാഷണൽ ആണ്. എങ്ങനെ പറയാൻ കൊണ്ട് കഴിയും? 2 nations are in thy womb. ഓ സ്തോത്രം. 2 people എന്നല്ല പറഞ്ഞത്, 2 kids എന്നല്ല പറഞ്ഞ, 2 പിള്ളേരെന്നല്ല പറഞ്ഞ, 2 രാജ്യങ്ങൾ നിൻ്റെ അകത്തിരിക്കുന്നു. ഓ കമാൻ, 2 രാജ്യങ്ങൾ, രാജ്യങ്ങൾ, രാജ്യങ്ങൾ. ഉണർവിൻ്റെ അമ്മമാർ എൻ്റെ മുൻപിൽ ഇരിക്കുന്നു, ഉണർവിൻ്റെ പിതാക്കന്മാർ എൻ്റെ മുൻപിൽ. ഓ കമാൻ, ഏറ്റെടുക്കണം. ആർക്കും വേണമെങ്കിൽ ഞാൻ കൊണ്ടുപോക്കല്ല. ഉണർവിൻ്റെ അപ്പന്മാർ, ഉണർവിൻ്റെ അമ്മമാർ, ഉണർവിൻ്റെ അമ്മമാർ, ഉണർവിൻ്റെ അപ്പന്മാർ, രാജ്യങ്ങൾ നിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നു. കമോൺ, ആരാ സ്കാൻഡിനേവിയൻ നേഷൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്? ആരാണ് ആഫ്രിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചത്? ആരാണ് ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഇടിവൽ നിൽക്കുന്നത്? ആരാണ് അമേരിക്ക അവകാശം പറഞ്ഞത്? ആരാണ് യൂറോപ്പിന് വേണ്ടി മധ്യവെച്ച്? നിന്റെ ഉള്ളിൽ രാജ്യങ്ങൾ ഇരിക്കുന്നു. പ്രീഡെസ്റ്റൈൻ. സ്തോത്രം. മുൻകൂട്ടി ദൈവം നിന്നെ തിരഞ്ഞെടുത്തു രാജ്യങ്ങൾക്ക് വേണ്ടി. നിന്റെ അഭിഷേകം ലോക്കലല്ല, നിന്റെ അഭിഷേകം നിന്നിൽ മാത്രം ഒതുങ്ങുന്നതല്ല. നിന്റെ വിടുതൽ 10,000ങ്ങളുടെ വിടുതലായിരിക്കും. ഓ റാഖാബാഷാദ. കമാൺ, ഏറ്റെടുക്കണം. ആരുടെയോ കെട്ടുകൾ അഴിയുന്നെങ്കിൽ, ആരുടെയോ മുഖങ്ങൾ തകരുന്നെങ്കിൽ, ആരുടെയോ ചങ്ങലകൾ ചിതറുന്നെങ്കിൽ, നിന്റെ വിടുതൽ 1000ങ്ങളുടെ വിടുതലായിരിക്കും. കമാൺ, ഏറ്റെടുക്കണം. 2026 നീ കണ്ടിട്ടില്ലാത്ത ജനത്തിന്റെ നടുവിൽ നിന്ന് നീ പ്രവചിക്കാൻ പോകുകയാണ്. യെസ്, 2026 ഇന്റർനാഷണൽ തലത്ത് നീ മലയാളത്തിൽ പറയുമ്പോൾ നിന്റെ സാക്ഷ്യം, നിന്റെ ശുശ്രൂഷ, നിന്റെ ദൂത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു. രാജ്യങ്ങൾ നിന്റെ അകത്തുണ്ട്. കരങ്ങളെ അടിച്ച് ദീർഘദൂരം യാത്ര ചെയ്യും. വാ തുറന്ന് അന്യഭാഷ പറഞ്ഞേ. പ്രാപിക്ക് അതിന്റെ ബലം ഇന്നേ പ്രാപിക്ക്, അതിന്റെ നിയോഗം ഇന്നേ പ്രാപിക്ക്. പ്രവാചകന്മാർ എഴുന്നേൽക്കുന്നു, പ്രവാചകന്മാർ ഒരുങ്ങുന്നു. ഒരു പ്രൊഫറ്റിക് മാന്റൽ, ഒരു പ്രവചനത്തിന്റെ പുതപ്പ് ഈ സെക്കൻഡ് ഇവിടെ വീഴുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. കമാൻ, യെസ് 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 യെസ്. ഷേഖേനി ഹാതുലിനെ മഹാസേഠേ. യെസ് യെസ് യെസ്. വാ തുറന്ന്. യെസ് യെസ്. prophetic language, പ്രവചനങ്ങളുടെ ഭാഷ. മക്കളെ പറഞ്ഞേ, എല്ലാ ബോയ്സും ശബ്ദമുയർത്തി. prophetic language. Yes. Come on. യഹോവയുടെ ജനമൊക്കെയും പ്രവാചകന്മാരും പ്രവാചികമാരുമായിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. ദൈവജനം മുഴുവൻ പ്രവാചകന്മാരും പ്രവാചികമാരുമായെങ്കിൽ കൊള്ളാമായിരുന്നു. നിങ്ങളെല്ലാവരും പ്രവചിക്കണം.
നിങ്ങളെല്ലാവരും പ്രവചിക്കണം. വിശേഷം നിങ്ങളെല്ലാവരും പ്രവചിക്കണം. വാ തുറന്ന് നിങ്ങൾ പറയുന്ന അന്യഭാഷ നിങ്ങൾ കേൾക്കണം. കമാൺ. ആരാ നിർത്തുന്നത്? നോ, കണ്ടിന്യൂ, തുടരുകയാണ്.